ഓക്കെ. അത്യാവശ്യം കാലാവസ്ഥ വളരെ മോശമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദം ക്ലിയർ ആണല്ലോ? Yes. Yes. ഓക്കെ. എന്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാൻ ഈ വിംബിൾ ട്രെയിനിങ്ങിലേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. വിംബിളിൽ ഒരു ട്രെയിനർ ട്രെയിനർ ആയിട്ടാണ് ഞാൻ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനു മുന്നേ തന്നെ സാറുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. സാർ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എനിക്ക് നൽകിയിരുന്നു. അത് സന്തോഷം, ഞാൻ അത് സ്വീകരിച്ചു. അതിനുശേഷമൊക്കെയാണ് അവിടെയും ക്ലാസ് എടുക്കാനായിരുന്നു എനിക്ക് അവസരം കിട്ടിയിരുന്നത്, ഒരു ലേഡീസ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോ അതിനുശേഷം എനിക്ക് സാറിന്റെ സ്റ്റുഡൻസിനെ കണ്ടപ്പോ, നമ്മുടെ ഫൈസൽ സാറിന്റെ സ്റ്റുഡൻസിനെ കണ്ട സമയത്ത് എനിക്കൊരു ആഗ്രഹം, അതുപോലെയൊക്കെ സംസാരിക്കണം, അതുപോലെയൊക്കെ കുറെ കൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനർ കോഴ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സാറിന്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കോഴ്സ് കൊടുത്തു. പിന്നെ ഇപ്പോ സാറിനൊപ്പം ഈ ട്രെയിനർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് സാറിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഫൈസൽ സാറിനെ പറ്റിയും നമ്മുടെ വിംബിൾ അക്കാഡമിയെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത് തൃശൂർ ചന്ദ്രാപിന്നയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഫൈസൽ സാറിന്റെ തന്നെ ഒരു സ്വന്തം സ്ഥാപനമാണ്. ഈ ഒരു വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടർ എന്നതിനപ്പുറത്തേക്ക് സാർ ഒരു കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സാറ് നമ്മുടെ മാസ്റ്റർ ട്രെയിനറുമാണ്. ഒരുപാട് ആൾക്കാരെ അവരവരുടെ നിശ്ചയ ഏരിയയിൽ വ്യത്യസ്തങ്ങളായ നിശ്ചയ ഏരിയ ആയിട്ടായിരിക്കും പലരും കടന്നു വരുന്നത്. അവരുടെ എല്ലാവരെയും ഒരേപോലെ അവരുടെ ആ ഒരു നിശ്ചയയിൽ തിളങ്ങാൻ അവരെ സഹായിച്ചിട്ടുണ്ട് സാറിന്റെ ഈ ഒരു കോഴ്സിലൂടെ. നിരവധി ആൾക്കാർ പുറത്ത് ഇതോടുകൂടി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പലരും അവരവരുടെ സന്തോഷങ്ങൾ പുറത്തു പോയി ക്ലാസ് എടുത്തിട്ട് ആ സന്തോഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതായത് ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുക, അവരുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്തുക എന്നതിനപ്പുറത്തേക്ക് അവരെ കൊണ്ട് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ തൊട്ടുണർത്തുന്ന ആ ഒരു ജേണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ വിംബിൾ ട്രെയിനിങ് കോഴ്സിലൂടെ. അതുപോലെ തന്നെ വിംബിളിൽ ട്രെയിനർ കോഴ്സ് മാത്രമല്ല, വിവിധങ്ങളായ സൈക്കോളജിക്കൽ കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ഫ്രണ്ട്സ്, അതുപോലെ സാറിന്റെ സന്തത സഹചാരിയായ നിസാവ് സാറിന്റെ കോഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. CBT അങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സുകൾ സാറ് നമ്മുടെ നിസാവ് സാറും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് നമ്മുടെ ഫൈസൽ സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രെയിനർ, ടീച്ചർ, മെന്റർ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അതെല്ലാം നമുക്ക് പഠിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പൊ സ്വന്തമായിട്ടൊരു കോഴ്സ് ഡിസൈൻ ചെയ്ത് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ പോലും സാറിന്റെ ആ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് അത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് തന്നെ നമ്മുടെ ഒരു ട്രെയിനേഴ്സ് ക്ലബ്ബിൽ, അതായത് ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സ് ക്ലബ്ബിലേക്ക് പിന്നെ അവർ ആഡ് ചെയ്യും. അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ അതിനകത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോഴ്സോടുകൂടി നമ്മൾ കഴിയുന്നില്ല, നമ്മൾ കൈവിട്ട് കളയുന്നില്ല. പകരം ഇവരെ കോഴ്സ് കഴിഞ്ഞ് അവര് വില്ലിങ് ആയതിനു ശേഷം വരെ എല്ലാരെയും ഒരു ക്ലബിലേക്ക് ആഡ് ചെയ്യും. അവിടെയും എന്താണ് ഡെയിലി ഓരോ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുക, നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വോയിസ് ടാസ്കുകൾ അയക്കുക. അങ്ങനെ ആ ഒരു കണക്ഷൻ സാറിന്റെ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിംബിൾ ട്രെയിനിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ വെറുതെ ഒരു കോഴ്സ് പഠിപ്പിച്ച് കുറെ സ്റ്റെപ്പുകൾ പറഞ്ഞു ഇതാണ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരുന്നതിനപ്പുറത്തേക്ക് സാറ് നമുക്ക് ഓഡിയൻസിനെയും തരുന്നുണ്ട്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഓഡിയൻസിന്റെ മുമ്പിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനായിട്ട് സാറ് നമുക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് തരുന്നുണ്ട്. അതൊക്കെയാണ് വിംബിൾ അക്കാഡമിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം നമുക്ക് ഫീഡ്ബാക്ക് ലാസ്റ്റ് നമുക്ക് പറയാം. അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരുപാട് പേര് സ്വന്തമായിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുറത്തു പോയി ഓഫ്ലൈനായും ഓൺലൈനായും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. വിംബിൾ അക്കാഡമിയിൽ തന്നെ ഓഫീസിലും അവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫീസിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് വിംബിൾ അക്കാഡമിയെ പറ്റി പറയാനുള്ളത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്.
അപ്പോ സാറിന്റെ ഇവിടെ നമുക്ക് ക്ഷണിക്കണം. സാറിന്റെ ഇവിടെ സംസാരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫൈസൽ സാർ ഒരു മെന്റർ, ഒരു ബ്രദർ, ഒരു ടീച്ചർ, ഒരു ട്രെയിനർ ഒക്കെയാണ് നമുക്ക് ഫൈസൽ സാർ. അത് സാറിന്റെ കോഴ്സ് എടുത്തവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ സാറിനെ നിങ്ങൾ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച് ജാസ്മിൻ മാം. വളരെ സന്തോഷം. ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ? വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയതിന്, അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഈ ഒരു സമയത്ത് അതിന്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ഒരു ട്രെയിനർ ആവുക എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ സൈക്കോളജി PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകും, പല കമ്മ്യൂണിറ്റികളിലും ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ പഠിക്കുന്ന പല സൈക്കോളജി സ്റ്റുഡൻസും അവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്ന്. എങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കുക? അവരെയും പലയിടത്തൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു ട്രെയിനിങ് എടുക്കുക? ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഒരു ട്രെയിനറിലേക്കുള്ള ഒരു പരിവർത്തനം. ആരാണ് എക്സ്പേർട്ട്, ആരാണ് ട്രെയിനർ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിനിങ് കോഴ്സ് ആരംഭിക്കണം. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഒരിക്കലും പ്രീമിയം ലെവലുള്ള ആളുകളല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരായി എനിക്കൊരു ട്രെയിനറൊക്കെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്കൊരു കോഴ്സ് തുടങ്ങണം എന്നതായിരുന്നു നമ്മളുടെ ആഗ്രഹം. അങ്ങനെയാണ് പ്രൊഫഷണൽ ട്രെയിനിങ്, ട്രെയിൻ ദ ട്രെയിനർ, പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സാണ് പിന്നീട് വിംബിൾ അക്കാദമിയായിട്ട് മാറിയത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വിംബിൾ അക്കാദമി തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ട്രെയിനിങ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു സംഭവം, ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധാരണ അറിയാം, ഒരു ദിവസം വിളിച്ചിട്ട് ഒരു 1 ഡേ ഓഫ്ലൈൻ സെഷനൊക്കെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്ന പലയിടത്തും നമുക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു സ്റ്റാർട്ടറെ സംബന്ധിച്ചിടത്തോളം, പുതുതായിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മതിയാകില്ല. മറിച്ച് എന്താണ് ആദ്യം വേണ്ടത്? അവരുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്, അല്ലെ? എനിക്കിത് ട്രെയിനർ ആകാൻ പറ്റും എന്നുള്ള സംശയത്തോടു കൂടിയാണ് ട്രെയിനിങ് കോഴ്സിലേക്ക് അന്വേഷിക്കുക തന്നെ. എനിക്ക് ട്രെയിനർ ആകാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് 4 ആളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുമോ? എന്നൊക്കെയുള്ള ഒരു 50-50 മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് എവിടെ എത്തുക? ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെ. അപ്പോ ആദ്യം നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യണം. അതിനുശേഷം ഈ ട്രെയിനിങ്ങിന്റെ സ്ട്രക്ചറിങ്ങും അതിന്റെ മൊഡ്യൂളിങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കണം. അതിനുശേഷമാണ് നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കേണ്ടത്. പ്രാക്ടീസും കൂടി ആവശ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ ട്രെയിനറായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ദിവസം നമുക്ക് പോരാ. അതിനുവേണ്ടി നമുക്കൊരു നിരന്തരമായ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗ്രേറ്റ് ട്രെയിനറായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗുഡ് ട്രെയിനറിൽ നിന്ന് ഒരു ഗ്രേറ്റ് ട്രെയിനറിലേക്ക് ഒരു യാത്രയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. അങ്ങനെ പ്രാക്ടീസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതലം ആവശ്യമാണല്ലോ. ഇത് എവിടെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ്. എവിടെ പ്രാക്ടീസ് ചെയ്യും? അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വിട്ടാ പോരാ, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിംബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കുന്നത് എന്നുള്ളതാണ്.
ഇതായിരുന്നു നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമുക്കൊരു വിഷൻ ഉണ്ടാകണം, ഒരു മിഷൻ ഉണ്ടാകണം, ഒരു പർപ്പസ് ഉണ്ടാകണം അതിന്റെ പിന്നിൽ. എന്തിനു വേണ്ടി ഞാനിത് തുടങ്ങുന്നു, ഞാൻ എന്തിനു വേണ്ടി ഇത് സ്ട്രക്ചർ ചെയ്യുന്നു, ഞാൻ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതേപോലെ തന്നെ അതിനൊരു മീനിങ് ഉണ്ടാവണം, ഒരു അർത്ഥം ഉണ്ടാവണം അതിന്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളത് തുടങ്ങി. നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് വിംബിൾ നമ്മൾ തുറക്കുന്നത് രാവിലെ 5:30 മണിക്കാണ്. 5:30 മണിക്ക് വിംബിൾ തുറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇതിന്റെ ഷട്ടർ തുറക്കുമെന്നല്ല, മറിച്ച് ആ സൂം ലിങ്ക് ഓപ്പൺ ആവും. മോർണിംഗ് സർക്കിളിന്റെ 5:30 മണിക്കുള്ള സൂം ലിങ്ക് ഓപ്പൺ ആകും. അവിടെ നിന്ന് മെഡിറ്റേഷനോടെ തുടങ്ങി രാത്രി 10:30, 11 മണി, 12 മണി വരെയുള്ള പ്രോഗ്രാമുകൾ ഇന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ നമുക്കൊരു പ്രാക്ടീസ് ആവശ്യമാണ് എന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു അനന്തരഫലമായി നമുക്ക് രൂപപ്പെടുത്താൻ പറ്റിയതാണ്. അപ്പോ നമ്മളെ ഓരോരുത്തരെയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഇത്തരത്തിൽ നമ്മളുടെ ഒരു ഡ്രീമിനെ, നമ്മളുടെ ഒരു ആഗ്രഹത്തെ, നമ്മുടെ ഒരു നോളജിനെ, നമ്മുടെ ഒരു സ്കില്ലിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു അക്കാദമിയോ അതിനപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സിറ്റിയോ ആക്കി മാറ്റാൻ പറ്റും എന്നതിന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല. നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് തന്നെ വിംബിൾ അക്കാദമിയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദാഹരണം. എന്നോട് പലരും പറയാറുണ്ട്, ഇന്നലെയും കൂടി ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞുള്ളൂ, ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അവര് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാനുള്ള പ്രചോദനം, ഇതിന്റെ ഒരു മാതൃക, ഇതിന്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് വിംബിൾ അക്കാദമിയാണ്. ഞാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷം. നിങ്ങൾ തുടങ്ങുന്നതിൽ, അതായത് നമ്മളെ പോലെ തന്നെയുള്ള ഒരു കൗൺസിലിംഗ് സ്ഥാപനം തന്നെയാണ് അവരും തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് വിൻ 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 എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയും, നമ്മൾ വിജയിച്ചാൽ മാത്രം പോരാ, വിൻ വിൻ വിൻ. രണ്ടാമതായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന നെക്സ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണോ അവര് വിജയിക്കണം. ഞാൻ വിജയിച്ചു, ആ വിന്നായി, അപ്പം പോരാ, മറിച്ച് എന്താണ്, എൻ്റെ കോഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന അവര് വിജയിക്കണം. അവരും വിജയിച്ചാൽ പോരാ, മറിച്ച് അവർ ക്ലാസ് എടുക്കുന്ന, അല്ലെ, അവരോട് ചേർന്ന് നിൽക്കുന്ന ആരുണ്ടോ അവരും വിജയിക്കണം. അങ്ങനെയായിരിക്കണം ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. ഞാൻ വിജയിക്കണം, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് വിജയിക്കണം, അവര് പഠിപ്പിക്കുന്നവരും വിജയിക്കണം. അങ്ങനെയായിരിക്കണം നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിലേക്ക് നമുക്കൊന്ന് ഒരു ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ പേര് ഫൈസൽ CA, ഡയറക്ടർ ഓഫ് വിംബിൾ അക്കാദമി. ഞാൻ തൃശ്ശൂരാണ് നമ്മളുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. നമ്മളിപ്പോ 21ാമത്തെ ബാച്ച് പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഏകദേശം 200-ലധികം പ്രൊഫഷണൽ ട്രെയിനേഴ്സിനെ നമ്മൾ വാർത്തെടുത്തു. അതിന്റെ ഒരു ട്രെയിനേഴ്സ് ക്ലബും നമുക്ക് നിലവിലുണ്ട്. സോ ഷാൽ ഐ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ഇന്നോ അതല്ലെങ്കിൽ ഇന്നലെയോ ഇനി തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത, നിങ്ങളെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യാമോ? ഇന്നാകാം, ഇന്നലെയാകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഒരു വാക്ക് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഒരു ടെക്സ്റ്റ് കൊണ്ട്, ഒരു വീഡിയോ കൊണ്ട് നിങ്ങളെ പ്രചോദിപ്പിച്ച ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ പ്ലീസ്? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, അതൊരു വാക്ക് കൊണ്ടാകാം, ഒരു നോട്ടം കൊണ്ടാകാം, ഒന്ന് ചേർത്ത് പിടിച്ചിട്ടാകാം, അങ്ങനെ തുടങ്ങി എന്തുമാകാം. നമ്മളെ ചേർത്ത് പിടിച്ച ആ ഒരാളുടെ പേര് നമ്മൾ പറയുന്നതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ, ബിന്ദു മാം, ഫൈസൽ സാർ, BMA ഗഫൂർ, രാജ്,
ഷമനി, ജാബിർ ക, ഫൈസൽ സാർ, വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്സ് ഫൈസൽ സാർ. കുറെ പേരുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരാളുടെ പേര്. ഓക്കെ, ഗ്രേറ്റ്. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. രജനികാന്ത് വീഡിയോസ്, ഗ്രേറ്റ്. മൈ മോം, ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്, അടിപൊളി അടിപൊളി. അപ്പൊ ഓരോ ദിവസവും ഇഷാം, മൈസെൽഫ്, ഷെയ്ഖ് അബൂബക്കർ, ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്, അടിപൊളി. അപ്പൊ ഓരോ ദിവസവും എല്ലാ ദിവസവും ആരൊക്കെയോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്ത ഒരു ദിവസവും പോലും ഇല്ല എന്നുള്ളതാണ്, അല്ലെ? സത്യമല്ലേ? അതെ, എല്ലാ ദിവസവും നമ്മൾ ആരെങ്കിലും വന്ന് ഒന്ന് തട്ടി ഉണർത്തുന്നുണ്ട്, അല്ലെ? നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് മുന്നിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളിടുന്ന ഒരു വോയിസ് കേട്ടിട്ട് ഒരാൾ വിളിക്കുകയാണ്. നമ്മളിട്ട ഒരു വോയിസ് നമ്മൾ അൺകോൺഷ്യസ്ലി, നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് വെറുതെ ഒരു പാർക്കിലേക്ക് പോയ സമയത്ത് നമ്മൾ അൺകോൺഷ്യസ്ലി വെറുതെ ഇരുന്നിട്ട ഒരു വോയിസ്, ആ വോയിസ് കേട്ടിട്ട് പിറ്റേ ദിവസം ഒരാൾ നമ്മളെ വിളിക്കുകയാണ്. ആ വിളിച്ചിട്ട് അവര് പറയാണ്, ഞാൻ ഇന്നലെ വളരെ സങ്കടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട്, ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ ഒരു ആ ത്രിശങ്കുവിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വോയിസ് കേൾക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ലഭിച്ചു, എനിക്ക് വല്ലാത്ത ഒരു തിരിച്ചുവരവ് എനിക്ക് വേണമെന്ന് എനിക്ക് ഒരു ഉത്ബോധം ഉണ്ടായി, എനിക്കൊരു ഇൻസൈറ്റ് കിട്ടി, എനിക്കൊരു പ്രതീക്ഷ ലഭിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കുളിരുണ്ട്. കാലിന്റെ വിരൽ തുമ്പിൽ നിന്ന് മുകളിലേക്ക് ഒരു മിന്നായം ചിലപ്പോൾ നമുക്ക് സംഭവിച്ചേക്കാം. കാരണം നമുക്ക് ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും കിട്ടാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ കണ്ടിട്ടിട്ട ഒരു വോയിസ് അല്ല, അങ്ങനെ കണ്ട് നമ്മൾ ചെയ്ത ഒരു ടെക്സ്റ്റ് അല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയുന്ന, കണ്ണ് നിറയുന്ന ഒന്നായിരിക്കും. ഇങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ, മരണത്തിൽ നിന്ന് നമുക്ക് ഒരാളെയും പിടിച്ച് കരകയറ്റാൻ നമുക്ക് സാധിക്കില്ല, അല്ലെ? മറിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്ത, പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമുക്ക് ഒന്ന് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ഏറ്റവും മനോഹരമായ, മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. ട്രെയിനർമാര് ഇനിയും ഒരുപാട് ആവശ്യമുണ്ട്, അല്ലെ? എല്ലാ മേഖലയിലും ഒരുപാട് ട്രെയിനർമാർ ആവശ്യമുണ്ട്. ഇന്ന് എവിടെയും ട്രെയിനർമാരാണല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എത്ര ഗ്രേറ്റ് ട്രെയിനർമാരുണ്ട് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും മനോഹരമായി ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന എത്ര ട്രെയിനർമാരെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇല്ല, ആരും ഇല്ലല്ലോ എന്ന് പറയും. അതല്ലെങ്കിൽ ഒരാളല്ലേ ഉള്ളൂ. അപ്പോ ഒരു പോപ്പുലേഷൻ അനുസരിച്ച് നമുക്ക് ഒരുപാട് ട്രെയിനർമാർ ആവശ്യമുണ്ട്. അപ്പോ നമുക്കൊരു ട്രെയിനർ ആകാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു ട്രെയിനർ ആകാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ട്രെയിനർ ആവാനുള്ള ഒരു അതിയായ ആഗ്രഹമാണ്. എനിക്കൊരു ട്രെയിനർ ആകണമെന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു അതിയായ തീവ്രമായിട്ടുള്ള ആഗ്രഹം. ഞാൻ എക്സാമിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡ്രീമുണ്ടോ, നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? നിങ്ങളെ അരമണിക്കൂർ മുമ്പ് എഴുന്നേൽപ്പിക്കുന്ന സ്വപ്നമാണോ നിങ്ങൾക്കുള്ളത്? ഒരു അരമണിക്കൂർ ഉറക്കം കളയുന്ന സ്വപ്നമാണോ നിങ്ങൾക്കുള്ളത്? എന്തും ത്യജിക്കാൻ സാധിക്കുന്ന സ്വപ്നമാണോ, ലക്ഷ്യമാണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും നമുക്കും കിടന്നുറങ്ങാം എന്ന സ്ട്രാറ്റജി വെച്ച് നമ്മൾ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ കാണുകയാണെങ്കിൽ അതെന്നും നമ്മുടെ ആ ഒരു വിഷൻ ബോർഡിൽ മാത്രം കിടക്കുകയുള്ളൂ. എന്നതിനേക്കാൾ അപ്പുറത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്ന്
ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാം വെൽക്കം. നിങ്ങൾക്ക് ഒരു മനോഹരമായ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനർ ആകാൻ സാധിക്കും. ട്രെയിനിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കുന്ന ഒരു പ്രവർത്തനമായിട്ടല്ല ഞാൻ ആത്യന്തികമായിട്ട് കാണുന്നത്. മറിച്ച് അവനവനിൽ തന്നെയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ കാണുന്നത്. നമ്മളിലുള്ള ഒരു മനോഹരമായ മാറ്റം, ആ മാറ്റത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്ന്. കാരണം ഞാൻ അത്ര ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അതല്ലെങ്കിൽ ചില സമയത്ത് മോട്ടിവേഷണൽ ട്രെയിനർ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ കാണുമ്പോൾ ചില ബന്ധുക്കളിലെ കുട്ടികൾ ചോദിക്കും, ഈ ഇക്കയാണോ മോട്ടിവേഷണൽ ട്രെയിനർ എന്ന് ചോദിക്കും. അപ്പോ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ രൂപപ്പെടുത്തുക. സെൽഫ് അവെയർനെസ്, അല്ലെ? സെൽഫിനെ കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ നിന്നാണ് നമുക്കൊരു ട്രെയിനർ ആകാം. അപ്പോ ഒരു ട്രെയിനർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു ട്രെയിനർ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ആത്യന്തികമായിട്ട്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ചോദ്യം, നേരത്തെ പറഞ്ഞതുപോലെ, എന്തിന് നിങ്ങൾ ട്രെയിനർ ആകണം? എന്താണ് അങ്ങനെ ഒരു ട്രെയിനർ ആകാനുള്ള ആഗ്രഹം മുളപൊട്ടാനുള്ള ഒരു റീസൺ എന്താണ്? വെറുതെ ഇരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് തോന്നിയതാണോ? അതല്ല നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മളത് എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഞാൻ എന്തിന് ട്രെയിനിങ് എടുക്കുന്നു എന്നതിനേക്കാൾ ഞാൻ അത് എന്തിനാണ് ചെയ്യുന്നത്. ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഞാനൊരു ട്രെയിനറാണ്, അല്ലെ? നമ്മളുടെ അടുത്ത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടി സംഭാവനക്ക് ഒരാൾ വന്നു. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തണം, അതിന്റെ ഒരു ബിൽഡിങ് വാർത്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ചാക്ക് സിമന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് വന്നു. അപ്പോ ഓക്കെ, അതേസമയം തന്നെ വേറൊരാൾ വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ വേറെയാണ്. അദ്ദേഹത്തിനും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം, പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്ത ബധിരരായിട്ടുള്ള, അന്ധരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡ്രീമുമായിട്ടാണ്, ഒരു ഗോളുമായിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആദ്യം നമ്മൾ പൈസ കൊടുക്കുന്ന എവിടേക്കായിരിക്കും? രണ്ടും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷെ രണ്ടുപേരുടെയും ലക്ഷ്യവും പർപ്പസും ഒക്കെ വ്യത്യാസമുണ്ട്. പൈസ ആദ്യം നീളുന്നത് രണ്ടാമത് വന്ന ആളുടെ അടുത്തേക്കായിരിക്കാം. അപ്പൊ നമ്മൾ എന്തിന് ചെയ്യുന്നു, എന്തിനാണ് അത് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മൾ അത് എന്തിന് ചെയ്യുന്നു, നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വരുന്നത് എന്തിനാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വൈ നമുക്കുണ്ടാകണം. അതിനൊരു പർപ്പസ് ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളത് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനെ എക്സിസ്റ്റ് ചെയ്യുന്നു? നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ലോകത്ത് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന്? നമ്മൾ എന്തിനെ എക്സിസ്റ്റ് ചെയ്യുന്നു? നമ്മൾ വർക്ക് ചെയ്യുന്നു? നമുക്ക് എന്താണ് ഇപ്പോഴും ജീവൻ തുടിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇങ്ങനെ തുടങ്ങി നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് തന്നെ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കോമഡി കണ്ട്, നമ്മൾ റീൽസ് കണ്ട് സമയം കളയൂല. അപ്പോഴേക്കും നമുക്കൊരു ഉൾവിളി വരും, ഫൈസലേ നീ എന്ത് ചെയ്യേണ്ടവനല്ല, ഈ വളിച്ച കോമഡി ഇരുന്ന് കണ്ട് സമയം കളയേണ്ടവനല്ല എന്ന ഒരു ഉൾവിളി നമ്മളിൽ നിന്ന് തന്നെ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്തുണ്ടാകണം? നമുക്കൊരു ഡിസ്കവർ യുവർ സെൽഫ് ഉണ്ടാവണം. നമുക്ക് ഒരു ഡിസ്കവർ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താനുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ കണ്ടെത്തുന്ന ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് നമ്മളെ തന്നെ ആദ്യം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ കണ്ടെത്താനും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനും ഒക്കെ സാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് പറ്റുക? നമ്മളെ കണ്ടെത്താൻ സാധിക്കുക.
നമ്മുടെ ഉള്ളിൽ വേറൊരാൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളില് നമ്മളെക്കാൾ മികച്ച ഒരാൾ കിടക്കുന്നുണ്ട്. അയാളെ പിടിച്ചു കൊണ്ടുവരാനുള്ള മനോഹരമായിട്ടുള്ള ഒന്നാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഒത്തിരി ഒത്തിരി ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും എന്നുള്ളതാണ് റിസർച്ച്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള, ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നു, അവർക്ക് ആയുസ് ലഭിക്കുന്നു, അവർക്ക് ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് കംഫേർട്ട് ആകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എറണാകുളത്തേക്കൂടെ പോകുകയാണെങ്കിൽ എറണാകുളത്ത് ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ വീട്ടിലൊന്നും നിങ്ങൾ കയറുന്നില്ല, പക്ഷെ ആ വഴിയിലൂടെയാണ് പോകുന്നത്, അതല്ലെങ്കിൽ ആ സ്ഥലത്തു കൂടെയാണ് പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലമായിട്ട് നിങ്ങൾക്ക് അത് തോന്നും. കാരണം എന്താ? അവിടെ എനിക്കൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ഏരിയയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാകും. ഞാനെങ്ങാനും അവിടെ പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യോ ആവോ. അപ്പോൾ മാക്സിമം കണക്ഷൻസ് നമുക്ക് രൂപപ്പെടുത്താൻ ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ, അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മേഖലയായി നമുക്ക് ട്രെയിനിങ്ങിനെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. അത് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്കെല്ലാവർക്കും ഏതെങ്കിലും വിധത്തിൽ ഒരു നോളജ്, അതല്ലെങ്കിൽ ഒരു ഡിഗ്രി, അതല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആരുമില്ല. അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ABCD അറിയോ എന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സാർ, എനിക്ക് അങ്ങനെ അറിവും കഴിവൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്. എന്താണോ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, അവിടെ നിന്ന് അത് വെച്ചാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, അത് വെച്ച് തുടങ്ങണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ട്രെയിനർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്കില്ല്, ഞാൻ അത് പറയുന്ന എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഒരു ട്രെയിനർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും മനോഹരമായ സ്കില്ല് റിയൽ വേൾഡ് എക്സാമ്പിളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ ഇവന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അത് നിങ്ങൾക്ക് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ കണ്ണു തുറന്ന് തന്നെ ഇരിക്കണം. നിങ്ങളൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്? നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കുട്ടിയും ഒരു പാരന്റും നടന്നു പോകുന്നുണ്ട്, ഇവര് തമ്മിലുള്ള സംഭാഷണം, ഇവര് തമ്മിലുള്ള ഇന്റിമസി എങ്ങനെയായിരുന്നു? നിങ്ങൾ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് ആ കണ്ടക്ടർ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്? നിങ്ങളൊരു ഷോപ്പിലേക്ക് കയറുന്ന സമയത്ത് ആ കസ്റ്റമർ, ആ സെയിൽസ് സ്റ്റാഫ് കസ്റ്റമറോട് എങ്ങനെയാണ് മനോഹരമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ഓരോ കണ്ണും കാതും നമുക്ക് റിസർച്ചിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുന്ന സമയത്ത്, ചില സമയത്ത് നമുക്കറിയാലോ, ഗസ്റ്റ് വരുന്ന സമയത്ത് വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല. അതുവരെ ഫ്രിഡ്ജിൽ ആപ്പിൾ ഉണ്ടാകും, അതേപോലെ തന്നെ മുന്തിരി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, ജ്യൂസ് അടിക്കാനുള്ള എല്ലാ സാധനങ്ങളും, മുട്ടയടക്കം ഉണ്ടാകും. പക്ഷെ ഈ ഗസ്റ്റ് വരുന്ന അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ചില സമയത്ത് ഉമ്മാക്ക് ആകെ കിട്ടുന്നത് ഒരു ചെറുനാരങ്ങ ആയിരിക്കും. ചെറുനാരങ്ങ, നിങ്ങളവിടെ എന്താ പറയാ? ചെറുനാരങ്ങ എന്നല്ല പറയാ? ഓക്കെ. അപ്പൊ ഈ ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ജാറിലിട്ടിട്ട് അതിന്റെ കൂടെ മിന്റും ചേർത്തിട്ട് ഒരു കലക്കൊന്ന് കലക്കും. കുറച്ച് ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഈ സാധനം പിന്നെ അവിടെ എത്തുന്ന സമയത്ത് അതൊരു ഒരു ഒരു സ്പെഷ്യൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അല്ലെ? നമ്മൾ സാധാരണ പറയാറുള്ള ഈ അതിഥികൾക്ക് വേണ്ടിയുള്ള ഒരു കാരണം, ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. അതിലൊഴിച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിയുന്ന സമയത്ത് പക്ക പ്രൊഫഷണൽ, ഒരു 100 രൂപ മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി സാധനം
എന്നാൽ ഈ സാധനം തന്നെ വെറുതെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വെറുതെ അതിലൊരു പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടുകഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല, 20 റുപ്യ. നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഒരു നാരങ്ങ തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചത് നാരങ്ങ തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കിയ രീതിയാണ്. ഉണ്ടാക്കിയ രീതി വ്യത്യാസമാണ്. അത് നമ്മൾ അവരിലേക്ക് പ്രസന്റ് ചെയ്ത രീതി വേറെയാണ്. സെയിം കണ്ടന്റ് ഒന്ന് തന്നെയാണ്. കണ്ടന്റ് ഒന്ന് തന്നെയാണ് അല്ലെ? നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ എടുക്കുന്ന ടീച്ചർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുമോ? അല്ലെ? കുട്ടികൾ പറയാറില്ല ആ ടീച്ചർ മാറിപ്പോയി അതുകൊണ്ട് ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല. അതിൽ ചില വിഷയം എന്താണ്, ടഫായി പോയി, ചില വിഷയം എളുപ്പമായി പോയി, ചില വിഷയം കാണുന്നത് തന്നെ വെറുപ്പായി പോയി അല്ലെ? അപ്പോ നമ്മളൊരു കണ്ടന്റിനെ അവതരിപ്പിക്കുന്ന രീതി, ഡാറ്റകളുടെ കാലം അല്ലെ? ഇന്ന് ഡാറ്റകളുടെ കാലമാണ്. വിരൽ തുമ്പിലാണ് നമ്മളുടെ ഡാറ്റ കിടക്കുന്നത്. എന്ത് ഡാറ്റയാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഒരു ഡിഗ്രിയും PG ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ChatGPT യൂസ് ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഡാറ്റ ഒന്നുമില്ല, എല്ലാ ഡാറ്റയും. പക്ഷേ ഈ ഡാറ്റക്ക് ജീവൻ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സ്പീക്കർക്കോ ട്രെയിനർക്കോ ഉള്ളത്. ഈ ഡാറ്റക്ക് എന്ത് കൊടുക്കണം? ഡാറ്റക്ക് ജീവൻ കൊടുക്കണം അല്ലെ? ദ സ്റ്റെപ്സ് ഇൻ ടു പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ളത് നിങ്ങൾക്ക് ChatGPT നോക്കി കഴിഞ്ഞാലും കിട്ടും, ജെമിനായി യൂസ് ചെയ്താലും കിട്ടും, ചിലപ്പോൾ യൂട്യൂബിലോ അതല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ ഡാറ്റകളിൽ പോയി കഴിഞ്ഞാലും കിട്ടും. പക്ഷേ ദ വേ യു പ്രസന്റ്, എങ്ങനെ നിങ്ങൾ അത് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് ഡെലിവർ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു എക്സ്പേർട്ട് ആവുക എന്നതിനേക്കാൾ ഒരാൾക്ക് നല്ല ചിക്കൻ കറി വെക്കാൻ അറിയാം. ജിഷ മാമിന് എന്ത് ചെയ്യാം, നല്ല ചിക്കൻ കറി വെക്കാൻ അറിയാം. അപ്പോ ജിഷ മാം എന്തായി, നല്ല ഒരു ഗ്രേറ്റ് ഷെഫായി, ചിക്കൻ കറിയിൽ നല്ലൊരു എക്സ്പേർട്ടായി. ഈ ചിക്കൻ കറി എങ്ങനെ വെക്കാം എന്ന് പഠിപ്പിക്കുന്നതിനെയാണ് എക്സ്പേർട്ടായി. പക്ഷെ ഈ ചിക്കൻ കറി എങ്ങനെ വെക്കാം എന്ന് പഠിപ്പിക്കണം അല്ലെ? പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന്. അപ്പൊ എക്സ്പേർട്ടിൽ നിന്ന് ട്രെയിനിങ്ങിലേക്ക് രണ്ടും വ്യത്യാസമാണ്. നമുക്കൊരു വിഷയത്തിൽ നല്ല നോളജ് ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്കത് ട്രെയിനിങ് ആക്കാൻ പറ്റും. പക്ഷെ അതിനൊരു വ്യത്യസ്ത സ്കില്ല് വേണം അവരെ പഠിപ്പിക്കാൻ. അതാണ് ട്രെയിനിങ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള നോളജ് ഇല്ലാത്ത ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എക്സ്പേർട്ട് ഏരിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എക്സ്പേർട്ട് ഏരിയ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പേർട്ട് ഏരിയ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പേർട്ട് ഏരിയ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. കാരണം ഒരു എക്സ്പേർട്ട് ഏരിയ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു കരിയർ ആയിട്ട്, ഒരു ട്രെയിനിങ് ആയിട്ട്, ഒരു കോച്ചിങ് മേഖലയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൗൺസിലിംഗ്, ഓക്കെ. കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ്, ഓക്കെ. സിനർജി, പബ്ലിക് സ്പീക്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ, ഗ്രേറ്റ്. കൗൺസിലിംഗ്, ഓക്കെ. ടീച്ചിങ്, കൗൺസിലിംഗ്, ഓക്കെ, ഗുഡ്, അടിപൊളി. പാരന്റിങ്, പബ്ലിക് സ്പീക്കിംഗ്, മൈൻഡ് പവർ, ഓക്കെ, ഗുഡ്, ഓക്കെ. താങ്ക് യു സോ മച്ച്. തെറാപ്പിസ്റ്റ്, ഓക്കെ. ഞാനൊരു കാര്യം പറയാം. അതായത് പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പഴയ കാലത്ത് ഇപ്പോ കൗൺസിലിംഗ് കുറെ ആളുകളോട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ കൗൺസിലിംഗ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. പഴയ കാലത്ത് നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ എടുത്തു. കൗൺസിലിംഗ് സെന്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ നാട്ടില് പിന്നെ നിങ്ങൾ തുടങ്ങുന്നു. അപ്പൊ അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്?
ആരാണ് കൗൺസിലിംഗ് പറഞ്ഞ ഒരാള് കടന്നു വരുമോ? കൗൺസിലിംഗ് പറഞ്ഞ ഒരാള്? ഞാൻ മതിയോ? ആ നിങ്ങൾ. ഓക്കെ. ജിഷ മാം സ്ഥലം എറണാകുളം അല്ലെ? ആ ജിഷ മാമിന്റെ സ്ഥലം എറണാകുളമാണ്. അപ്പൊ എറണാകുളത്ത് നമ്മൾ കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നു. ഓക്കെ. ഫിസിക്കലി തുടങ്ങാണ് കേട്ടോ. പഴയ കാലത്ത് ഫിസിക്കലി ആണല്ലോ, ഓൺലൈൻ സംവിധാനം ഇല്ലല്ലോ. അപ്പോ ഒരു അപ്രോക്സിമേറ്റ് വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം, ടോട്ടൽ എണ്ണം എത്രയായിരിക്കും? ഒരു ദിവസോ അതോ ഒരു ദിവസമല്ല, ടോട്ടൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആ ഏരിയയിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് ഏരിയയിൽ നിന്ന്, ഒരു 10ഓ 20ഓ 25ഓ കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ നിന്ന് എത്ര പേര് കൗൺസിലിങ്ങിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു അപ്രോക്സിമേറ്റ്. ഒരു 10,000 പേര്. ഒരു 10,000 പേര് കൗൺസിലിങ്ങിനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് ടാർഗറ്റ് ഓഡിയൻസ്, 10,000 പേര്. ഇതിൽ നിന്ന് ഈ 10,000 പേരിലേക്ക് നമ്മുടെ കൗൺസിലിംഗ് സെന്ററിനെ കുറിച്ച് അറിയണം അല്ലെ? ഇങ്ങനെ സെന്റർ ഉണ്ട് എന്ന് അറിഞ്ഞാലല്ലേ വരുള്ളൂ. അത് കൂടാണ്ട് അവർക്ക് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യണം അല്ലെ? കൗൺസിലിംഗ് സെന്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അവരിലേക്ക് എത്താം അല്ലെ? ഇതേ സമയത്ത് ഇതേ സെന്റർ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിരിക്കും അല്ലെ? രണ്ടും കൂടിയായിട്ടും തുടങ്ങാം. പഴയ കാലത്ത് നിന്ന് വിഭിന്നമായിട്ട്. അപ്പൊ ഒരു ഓൺലൈൻ കൂടി അതിലേക്ക് വരുന്ന സമയത്ത് ഈ 10,000 എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക്, അതായത് ഒരു പേര് മാത്രം മാറ്റണുള്ളൂ. ഓഫ്ലൈൻ എന്നുള്ളതിന്റെ അവിടെ ഒരു ഓൺ ചേർക്കുന്നതിലൂടെ ഈ 10,000ത്തിന്റെ എത്ര ഇരട്ടി നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ആളുകൾക്കും ഈ കൗൺസിലിംഗിലേക്ക് ചേരാൻ സാധിക്കുന്നു. അപ്പൊ 10ഓ 20ഓ ഇരട്ടി ടാർഗറ്റ് ഓഡിയൻസ് കൂടുന്നു എന്നുള്ളതാണ്, അതിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് ഓഡിയൻസ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ നിഷ്, ഇതൊരു നിഷാണ് നമ്മൾ പറയാം, നിഷ്, നമ്മൾ എടുക്കുന്ന ഒരു നിഷ്, ആ നിഷിനെ എപ്പോഴും നമ്മൾ നേരോ ചെയ്ത് കൊണ്ടുപോകണം. നിഷിനെ നമ്മൾ എപ്പോഴും നേരോ. അപ്പൊ കൗൺസിലിംഗ് ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ നിഷ്, നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അതിനെന്താണ് വീണ്ടും അതിനെ ഒന്ന് നിങ്ങൾ അത് ചുരുക്കുക. അതിനെ വീണ്ടും കൗൺസിലിംഗിൽ ഏത് ഞാൻ സെലക്ട് ചെയ്യണം? കൗൺസിലിംഗിൽ ഞാൻ ഏത്, ചൈൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, ഫാമിലിയിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, ജെറിയാട്രിക്കിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, ഇങ്ങനെ തുടങ്ങി ഏതിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ. എൻ്റെ മകൻ കുറച്ചു നാൾ മുമ്പ് ഇവൻ എന്താ ചെയ്തത്? ഇവന് ഒരു പരിപ്പ്, അങ്കനവാടിയിൽ നിന്ന് പരിപ്പ് കിട്ടും കഴിക്കാൻ. അപ്പൊ ഇവൻ പരിപ്പ് കഴിക്കുന്നതിന്റെ ഇടയിൽ ഇവൻ എന്ത് ചെയ്ത്, ചെവിട്ടിലേക്ക് വിട്ടു. അപ്പൊ രാത്രി ഇവനിതൊന്നും പറഞ്ഞിട്ടില്ല. രാത്രി വന്നിട്ട് ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന സമയത്ത് വൈഫ് നോക്കുമ്പോ ഇവൻ കിടന്ന് ഉറങ്ങിയിട്ട് ഇവൻ നന്നായിട്ട് ചെവി കിടന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പൊ വൈഫിന് തോന്നി എന്തോ ഉള്ളിലുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ രാത്രി ഞങ്ങൾ രണ്ടുപേരും ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് ഒരു പരിപ്പ് ആ ചെവിയുടെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോ നമ്മൾ ഏത് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താ പോവാ? ENTന്റെ അടുത്ത് പോകും അല്ലെ? ഒരുപാട് ഡോക്ടർമാരുണ്ട്. നമ്മൾ ആ സമയത്ത് യൂറോളജിസ്റ്റിനെ പോയിട്ട് കണ്ടിട്ടുണ്ടോ? കാര്യമുണ്ടോ? ന്യൂറോളജിസ്റ്റിനെ പോയിട്ട് കണ്ടിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമ്മൾ ഒരു ENTന്റെ അടുത്ത് തന്നെ പോയി. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിനും അതെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു അതെടുക്കാനുള്ള ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്, ആ സാധനം എൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിന് 400 രൂപ കൊടുത്തു. നമ്മളത് ഉള്ളിലേക്ക് കയറി, അദ്ദേഹം പരിശോധിച്ചു, ഇതെല്ലാം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിന് അത് എടുക്കാൻ ഉള്ള കോൺഫിഡൻസ് ഇല്ല. സോ അദ്ദേഹം റെഫർ ചെയ്തു. എവിടേക്ക് റെഫർ ചെയ്തു? യു ക്യാൻ ഗോ ടു ജൂബിലി, തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു ലേഡി ഡോക്ടറാണ്. നേരത്തെ കണ്ട ഡോക്ടറിന്റെ അത്ര പ്രായമില്ല. നോക്കി തൊട്ടപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞത്, നേരത്തെ ഡോക്ടർ പറഞ്ഞത് അനസ്തേഷ്യ കൊടുക്കണം എന്നാ പറഞ്ഞത്. അനസ്തേഷ്യ കൊടുത്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. ഈ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് കണ്ട് സംസാരിച്ച് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി. ആള് പറഞ്ഞു അനസ്തേഷ്യ ഒന്നും കൊടുക്കണ്ട, ഇവനെ കിടത്തി പതുക്കെ
ഇവനോട് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ ഒരൊറ്റ ഒരു 5 to 10 seconds സാധനം എടുത്തു. രണ്ടും ENT തന്നെയാണ്, പക്ഷേ അവർക്കുള്ള കോൺഫിഡൻസ്, അവരുടെ കയ്യിലുള്ള ടൂള്, അവരുടെ കയ്യിലുള്ള ഫീച്ചേഴ്സ്, അവരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഡോക്ടർമാരിൽ നിന്ന് നമ്മൾ ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു ENTയെ പോയി കണ്ടു. ആ ENTയിൽ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള, ഫീച്ചേഴ്സ് ഉള്ള, ടൂൾസ് ഉള്ള ഒരാളെ അതിന്റെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളൊരു കൗൺസിലർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് ഉണ്ടാകണം. ENT ഓർ ജനറൽ ഡോക്ടർ ആയാലും എടുക്കാനുള്ളത് അയാൾക്ക് ട്രെയിനിങ് കിട്ടിയാൽ എടുക്കാൻ കഴിയും. ഓക്കെ, പക്ഷെ എന്താണ് അവർ പറഞ്ഞത്, എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ സാധിക്കില്ല. സോ ഓൾവേസ് നമ്മൾ എന്താണ്, റിസ്ക് എടുക്കാൻ ചിലപ്പോൾ അവർ നിന്നോളണമെന്നില്ല. എനിവേ, അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മളിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇവിടെ വിജു മാം ഒക്കെ പറഞ്ഞതുപോലെ മൈക്രോ നിഷ് ആക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു എക്സ്പേർട്ട് ഏരിയ. ഞാൻ ഒരു കരിയർ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുട്ടി 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ക്യാൻവയില് ഈ കുട്ടിയുടെ പരിപാടി തമ്പനെയിൽ ഉണ്ടാക്കുക, യൂട്യൂബിന്റെ തമ്പനെയിൽ. ഈ യൂട്യൂബിന്റെ തമ്പനെയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ തമ്പനെയിൽ കണ്ടിട്ടാണ് നമ്മളിത് കാണണോ വേണ്ടത് തീരുമാനിക്കുന്നത്. നമ്മളൊരു യൂട്യൂബിന്റെ എഡിറ്റിംഗ്, അതെ, പോസ്റ്റർ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോ ഈ യൂട്യൂബിന്റെ തമ്പനെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവന്റെ പരിപാടി. അപ്പൊ ഇവനോട് ചോദിച്ച്, ഇവനക്ക് ഒരു യൂട്യൂബർ ഉണ്ട്. അപ്പൊ ഈ യൂട്യൂബർക്ക് ഒരു ദിവസം ഒരു തമ്പനെയിൽ വേണം. യൂട്യൂബില് ഒരു ദിവസം ഒരു തമ്പനെയിൽ വേണം. അപ്പൊ ഒരു തമ്പനെയിലിന് ഇവന് 400 രൂപ കിട്ടും. ഒരു തമ്പനെയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ 400 രൂപ കിട്ടും. അപ്പോ ഇവനോട് ചോദിച്ചു, അപ്പൊ ഇത് ഉണ്ടാക്കാൻ എത്ര സമയം വേണം? അപ്പൊ അവൻ പറഞ്ഞു, ഇതൊരു 10 മിനിറ്റ് മാക്സിമം ഉണ്ടായി കഴിഞ്ഞാൽ. ഇവൻ +2 പഠിക്കുന്ന കുട്ടി. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഇന്റർവെൽ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്തോ ഇതിന്റെ ഇടയിലോ ലഞ്ച് ബ്രേക്കിനോ ഒക്കെ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു തമ്പനിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവന്റെ കയ്യിൽ ഇതേപോലെ ഒരു 3-4 യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ ഇവന് ഒരു ദിവസം ഒരു 4-5 തമ്പനയിൽ ഉണ്ടാക്കും. ഉണ്ടാക്കുന്നത് 4-5 തമ്പനയിലാണ്. അപ്പൊ ഒരു 4 തമ്പനയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 400 വെച്ചിട്ട് ഒരു 1600 രൂപ ഒരു ദിവസം കിട്ടും. യൂട്യൂബർമാർ അറിയാലോ, ഡെയിലി ഇവർക്ക് എന്തിടണം, വീഡിയോ ഇടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇരുന്ന് തമ്പനയിൽ നിന്നുണ്ടാക്കാൻ അത്യാവശ്യം കുറച്ച് മൂവിങ് ആയിട്ടുള്ള യൂട്യൂബർമാർക്കൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു 4 പേരെ പിടിച്ചിട്ട് ഒരു ദിവസം 1600 ഉണ്ടാക്കുന്നത്. അപ്പൊ 30 ദിവസം ഇവനക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. 30 ദിവസം കൊണ്ട് എത്ര വരുമാനം ഉണ്ടാക്കുന്നു? അതായത് അവന്റെ വീട്ടില് അവന്റെ അച്ഛനേക്കാൾ ഡബിൾ വരുമാനം 12th പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ട്രെയിനിങ്ങിലേക്ക് നമ്മുടെ നിഷിനെ ഏറ്റവും ചുരുക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് ഒരു മാസ്റ്ററി എന്നുള്ള രൂപത്തിൽ നമ്മുടെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. ഇന്ന ഒരു വിഷയത്തിന് ചൈൽഡ് കൗൺസിലിങ്ങിനാണെങ്കിൽ ഇന്ന ആളെ കണ്ടാൽ മതി. ചൈൽഡ് ആണോ വിഷയം? ഇന്ന ആളെ കണ്ടാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു. അതിലേക്ക് നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ജനറൽ കൗൺസിലർ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ നമ്മൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട്. ഇങ്ങനെ ഏത് ഫീൽഡ് ആയി കഴിഞ്ഞാൽ, ട്രെയിനിങ് ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ, ടീച്ചിങ് ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അങ്ങനെ ഓരോ ഏരിയ, എക്സ്പേർട്ട് ഏരിയകൾ നമുക്ക് ഉണ്ടാകണം. അതാണ് നിഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഏതും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ്. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഓരോരുത്തർ നമ്മൾ എന്ത് സേവനമായി കഴിഞ്ഞാലും ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകും. ആ പ്രയാസത്തിനുള്ള, ഞാനൊരു കടയിലേക്ക് പോകുന്നു, അല്ലെ? ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കട ബാബുച്ചേട്ടന്റെ കടയാണ്. ഞങ്ങളുടെ വീടിന്റെ മതിലും അദ്ദേഹത്തിന്റെ കടയും ഒരുമിച്ചാണ്. അപ്പൊ ബാബുച്ചേട്ടന്റെ കടയിലേക്ക്
ഗസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ ഓടിപ്പോയിട്ട് അവിടെ നിന്ന് അല്ലെ എന്താണോ നമുക്ക് പറ്റുന്ന പലഹാരം മേടിക്കുന്ന സ്ഥലമാണ്. അതല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വെളിച്ചെണ്ണ തീർന്നു പോയി, അപ്പൊ നമ്മൾ ഉടനെ പോയിട്ട് അവിടെ നിന്ന് മേടിക്കും. അപ്പോ ഞങ്ങൾക്ക് ആ ഒരു കടയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു 300-400 മീറ്റർ മാറിയിട്ടാണ് മറ്റൊരു കടയുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം ബാബുച്ചേട്ടന്റെ കടയാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നത്തിന്, ഒരു പ്രയാസത്തിന്, ഒരു നീഡിന് ഒരു പരിഹാരമാണ് ആ ഷോപ്പ്. ഇതേപോലെ ലോകത്ത് എന്തൊരു പ്രവർത്തനം നിർവഹിക്കുമ്പോഴും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നിഷ് ഏത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്, ഏത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് എന്നുള്ളത് നമ്മൾ കാണാം. അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളൊരു ട്രെയിനിങ് എടുക്കുന്നു. അപ്പൊ ഞാൻ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ബെറ്റർ സൊല്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റണം. കുറേ സൊല്യൂഷൻസ്, ലോകത്ത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ട്രെയിനർ ആവാൻ വേണ്ടി ഒരുപാട് അക്കാദമികൾ ഉണ്ട്, ഒരുപാട് ആളുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും വിഭിന്നമായിട്ട് എന്ത് ഫീച്ചേഴ്സ് ആണ്, എന്ത് എക്സ്ട്രാ ആണ് നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ആളുകൾ എത്തും എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു നിഷ് ഒരു മൈക്രോ നിഷ് നമ്മൾ കണ്ടെത്തുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ മാസ്റ്റർ ആകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന, ഒരു ട്രെയിനറോ കോച്ചോ ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഫൈൻഡ് എ മെന്റർ. ഒരു മെന്ററെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്ക് മടിയുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് തലവേദന ഇല്ലെങ്കിൽ തലവേദന ഉണ്ട് എന്ന് തോന്നും. അതേപോലെ തന്നെ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കേണ്ടത് ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പുറകീന്ന് തള്ളാൻ ഒരാളെന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നുള്ള രൂപത്തില്, അതായത് ഒരു മെന്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വഴിയിലൂടെ ഒക്കെ പോയ ഒരാളായിരിക്കും. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ ഇല്ലാതെ, അല്ലെ, ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകും, വഴി തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ തിരിച്ചു വരും, പിന്നെ വേറെ വഴി കൂടെ പോകും, അപ്പൊ അവിടെ പോകുമ്പോൾ അത് ശരിയല്ല, അപ്പൊ വേറെ വഴി കൂടെ പോകും. അതിനു പകരം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല ഗൈഡൻസിലൂടെ, അതേപോലെ തന്നെ കുറഞ്ഞ സമയത്തിലൂടെ നമ്മളെ സക്സസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതെ, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡില് അല്ലാതെ നമുക്ക് കൃത്യമായിട്ടുള്ള വഴി നമുക്ക് എന്താണ് കാണിച്ചു തരും. താങ്ക് യു. അപ്പോ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ട്രെയിനർ ആകുന്ന സമയത്ത്, ഒരു കോച്ച് ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്ട്രാ സ്കിൽസ് നമ്മൾ നേടിയെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ എക്സ്പേർട്ടായി എന്ന് കരുതി ആൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ അവിടെ ട്രെയിനിങ് സ്കിൽസ് വേണം. അപ്പൊ ട്രെയിനിങ് സ്കിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ദ ഹാർട്ട് ഓഫ് ട്രെയിനിങ് എന്നാണ്. അപ്പോ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെ ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുള്ള കണ്ടന്റുകൾ, അതിലെ എനർജി, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. നമ്മളോടൊരാള് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നീട് നമ്മളുടെ അടുത്തേക്ക് വരണം. അതിന് ആ നീഡ് മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണോ ആവശ്യം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ. ഒരാൾ നമ്മുടെ അടുത്ത് പ്രശ്നം പറയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ നമ്മുടെ പ്രശ്നം അവരോട് പറയുന്ന ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്താണോ നീഡ്, അദ്ദേഹത്തിന് ഒരു ഹെൽപ്പാണോ, അദ്ദേഹത്തിന് ഒരു സാന്ത്വനമാണോ, അദ്ദേഹത്തിന് ഒരു വഴിയാണോ, എന്താണോ ആവശ്യം, അത് നമുക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റണം. നിറവേറ്റി കൊടുത്താൽ അടുത്ത തവണ അദ്ദേഹം നമ്മളെ തന്നെ വിളിക്കും. അപ്പൊ നമ്മൾ പറയുന്നതിൽ കണ്ടന്റ് ഉണ്ടോ, നമ്മൾ പറയുന്നത് വാല്യൂ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില യൂട്യൂബ് ചാനലുകളും ചില ഇൻസ്റ്റഗ്രാം പേജുകളും അവർ പറയാണ്ട് എന്നെ ഫോളോ ചെയ്യും, അതായത് സബ്സ്ക്രൈബ് ചെയ്യും. അവർ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ എന്താണ് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്നാൽ ചില ചാനലുകൾ എന്താണ്, നമ്മൾ പോയിട്ട് അങ്ങോട്ട് ബട്ടൺ അമർത്തി വെക്കും. എന്താ കാരണം? അതിൽ വാല്യൂ ഉണ്ട് എന്ന്, അതിൽ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്, അവർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ?
കണ്ടന്റ് ഉണ്ടോ, വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ കൊടുക്കുന്നിടത്തേക്ക് ആളുകൾ അന്വേഷിച്ചു വരും എന്നുള്ളതാണ്. അപ്പൊ വാല്യൂ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരം പരിശ്രമിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഒരു വിഷയത്തിൽ ഒരാൾ മാസ്റ്റർ ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10,000 hours ആണ്. 10,000 hours. അപ്പൊ ഈ 10,000 hours വെച്ച് നമുക്ക് എന്താണ് ഒരു 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 ഏരിയയിൽ നമുക്ക് എക്സ്പേർട്ട് ആകാൻ പറ്റും. അങ്ങനെ എക്സ്പേർട്ടായി നമ്മൾ ആ വിഷയത്തിൽ ആളുകൾക്ക് ഒരു ബെറ്റർ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂ നമ്മൾ കൺവേ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ട്രെയിനിങ് എടുക്കുന്നു, അതിൽ ഒരുപാട് സ്ട്രക്ചറിങ്, ഐസ് ബ്രേക്കേഴ്സ് നമ്മൾ കൊടുക്കണം. അതിൽ നമ്മൾ ക്രെഡിബിലിറ്റി നമ്മൾ രൂപപ്പെടുത്തണം. അതേപോലെ തന്നെ അതിൽ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ രൂപപ്പെടുത്തണം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെയാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുക. അതേപോലെ തന്നെ ഓഡിയൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതികൾ, ഡീലിംഗ് ഓഡിയൻസ്, പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്കില്ല്. ആളുകളെ ഡീൽ ചെയ്യാനും ആളുകളെ മാനേജ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പീപ്പിൾ മാനേജ്മെന്റ്. അപ്പോ അതിൽ പെട്ട ഒന്ന് തന്നെയാണ് ഡീലിംഗ് ഓഡിയൻസ് എന്ന് പറയുന്നത്. മനുഷ്യന്മാരെ ഡീൽ ചെയ്യാൻ, മനുഷ്യന്മാരെ കയ്യിലെടുക്കാൻ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക, അല്ലെ? എല്ലാം നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ആളുകളെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഒരു സ്ട്രെയിഞ്ചറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും നമുക്ക് പറ്റുന്നുണ്ടോ? ആരോരുമില്ലാത്ത ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് വഴി ചോദിക്കാൻ പ്രയാസമുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സമയം ചോദിക്കാൻ ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? ഒരാളോട് ഒരു ആവശ്യം ചോദിക്കാൻ നമുക്കൊരു സ്റ്റക്ക് വരുന്നുണ്ടോ? നോ പറയാൻ പ്രയാസപ്പെടുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി നമ്മുടെ ലൈഫിൽ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസിനെ ഡീൽ ചെയ്തുകൊണ്ട് അവരോട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഒരു ഫീഡ്ബാക്ക് നമ്മൾ എങ്ങനെ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പഠിക്കുകയും അത് ചിന്തിക്കുകയും അത് നമുക്ക് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് രൂപപ്പെടുത്തുക എന്നുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രാൻഡ്, ഒരു ട്രെയിനർ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനർക്ക് വാല്യൂ നിശ്ചയിക്കുന്നത് ട്രെയിനർ തന്നെയാണ്. ഇപ്പൊ ഞാൻ തൊട്ടഴിയുള്ള കടയിൽ പോയിട്ട് ഞാനൊരു ഒരു കുപ്പി വെള്ളം മേടിക്കുകയാണെങ്കിൽ അതിന് 20 രൂപയാണ്. അപ്പൊ 25 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ഇതിനാകെ 20 രൂപയല്ലേ ഉള്ളൂ, ഇതിനൊരു MRP ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ട്രെയിനർക്ക് MRP ഇല്ല. ഗവൺമെന്റ് ഇതുവരെ അങ്ങനെ ഒരു MRP നിശ്ചയിച്ചിട്ടില്ല. അത് ട്രെയിനർ ഇടുന്ന വിലയാണ്. മണിക്കൂറിന് 2 ലക്ഷം രൂപ വരെ മേടിക്കുന്ന ട്രെയിനർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോ ഒരു ട്രെയിനർ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെയാണ് മേടിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമയം രാവിലെ 10 മുതൽ 11 വരെ അവർ മേടിക്കുകയാണ്. ആ മേടിക്കുന്നതിനുള്ള ക്യാഷ് ആണ് അവർ തരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിന് പോലും കാശ് വരും. വന്നാ മതി, ഒന്ന് വന്നിരുന്നാ മതി എന്ന് പറയാം, സംസാരിക്കേണ്ട, വന്നിരുന്നാ മതി. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് ആരാണ്? പ്രൊഡക്റ്റ് നമ്മൾ ഓരോരുത്തരുമാണ്. You are not a just trainer. You are a brand. You are not a counselor. You are a brand. You are not a teacher. You are a brand. അപ്പൊ നമ്മൾ ഓരോരുത്തരും ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു ബ്രാൻഡ് ആവുന്നത് തീർച്ചയായിട്ടും
അവിടെ എന്താണ് ഒരു ബ്രാൻഡിലേക്ക് എത്തണമെങ്കിൽ, ഒരു ബ്രാൻഡായിട്ട് നമ്മൾ പരിവർത്തിച്ച് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തണമെങ്കിൽ, ബ്രാൻഡ് ആകുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്താണ് അല്ലെ. നമ്മൾ സാധാരണ ഞാൻ പറയാറുണ്ട്, പാമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു കമ്പനി, പാമ്പേഴ്സ് എന്ന ഒരു കമ്പനിയാണ്. പക്ഷെ പലപ്പോഴും ഏത് കമ്പനിയുടെ ചോദിച്ച പിന്നെ ആളുകൾ പിന്നെ വേണമെങ്കിൽ ഇപ്പൊ ഡയപ്പർ എന്നുള്ളതിന് പകരം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോദിക്കുക പാമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഈസിക്കൽ ടു ഒരു കമ്പനി മാറുമ്പോൾ അവിടെ ഒരു ബ്രാൻഡ് രൂപപ്പെടുന്നു. ചൈൽഡ് കൗൺസിലിംഗ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ആളുകൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ യു ആർ എ ബ്രാൻഡ്, നിങ്ങൾ ബ്രാൻഡായി മാറി. മനസ്സിലായില്ലേ? കോഴ്സിനെ കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോൾ, കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വിമ്പിൾ എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബ്രാൻഡായി തുടങ്ങി. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന മൈക്രോ നിഷിനെ കുറിച്ച് ആളുകൾ എവിടെയെന്നെങ്കിലും ഇരുന്നിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ആ ബ്രാൻഡിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. അപ്പൊ അതിലേക്ക് നമുക്ക് എത്തണം. അതിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, നല്ല കണ്ടന്റ് ക്രിയേഷനുകൾ ഉണ്ടാകണം, വിസിബിലിറ്റി നമുക്ക് ഉണ്ടാകണം. വിസിബിലിറ്റി എന്താണ്? വിസിബിലിറ്റി നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറിച്ചായിരിക്കണം ആളുകൾ കേൾക്കണം, നമ്മുടെ സ്റ്റാറ്റസ് കാണണം, നമ്മുടെ വോയിസ് കേൾക്കണം, നമ്മുടെ വീഡിയോസ് വരണം, നമ്മുടെ വെബിനാറുകൾ വരണം. ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുക. വിസിബിലിറ്റി, നമ്മൾ വിസിബിൾ ആവുക, നമ്മൾ ജനകീയനാവുക എന്ന് പറയും അല്ലെ. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളെ ഒക്കെ നമ്മൾ പറയാം ജനകീയത എന്ന് പറയും. ജനകീയത പൊളിറ്റിക്കലി മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊരു സ്വീകാര്യനായിട്ടുള്ള ആളെ ഒരു ജനകീയൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കണ്ടും സേവനം നൽകിയും ഒക്കെ ജനകീയ മുഖം എന്നൊക്കെ പറയും. എന്നതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മളെ ഇങ്ങനെ അതൊരിക്കലും എന്തല്ല ഒരു പൊങ്ങച്ചം പറച്ചില്ല, മറിച്ച് നമ്മൾ എന്താണ്, പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചല്ല. പേഴ്സണൽ ബ്രാൻഡിങ് എന്താണ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോളജിനെ നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ ചൈൽഡ് കൗൺസിലിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റിട്ട് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസ്, പാരന്റ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിന്റെ കുറിച്ചിട്ടുള്ള ഒരു പരിഹാരം, അതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു സ്റ്റാറ്റസ് ഇടാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാണ്. അതിനാകെ നമുക്ക് വരുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമാണ്, ഇത്ര ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു വോയിസ് വിടാം. ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്താണ്, അതിനെ നമ്മൾ പതുക്കെ പതുക്കെ അതിനെ ബ്രാൻഡ് ആക്കി. പിന്നെ അതിന്റെ അഡീഷണൽ ഏരിയാസ് വീണ്ടും വീണ്ടും കൂടി വരും കേട്ടോ. ബ്രാൻഡിങ്ങിന് ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഫേസ്ബുക്ക് ആഡ് മാർക്കറ്റിംഗ് ഉണ്ട്, അതിന്റെ വാട്സപ്പ് API മെത്തേഡുകൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ആസ് എ സ്റ്റാർട്ടർ എന്നുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മളൊരു ബ്രാൻഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു അതോറിറ്റി, ഒരു ട്രസ്റ്റ് അവിടെ നമുക്ക് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ എക്സ്പേർട്ടൈസിനെ നമ്മളൊരു ട്രെയിനിങ്ങിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും മനോഹരമായി നമുക്ക് നിർവഹിക്കാൻ പറ്റുക. അപ്പോ അതിനുള്ള ട്രെയിനിങ് സ്കിൽസ് നമ്മൾ പഠിക്കുക, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ സംഘടിപ്പിക്കുക, അതൊരു കോഴ്സാക്കിയിട്ട് നിങ്ങൾക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കോഴ്സായിട്ട് പരിവർത്തിപ്പിക്കുക. അങ്ങനെ നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്തുകൊണ്ട് 100 കണക്കിന് 1000 ആളുകളെ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ എന്ന ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ജീവിക്കാൻ കൊതി തോന്നും അല്ലെ. നിങ്ങൾക്ക് ഇന്ന് നല്ല ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഒരു ട്രെയിനിങ് എടുത്ത സമയത്ത് കിട്ടിയെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വെറുതെ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയേണ്ടവനല്ല എന്ന ഒരു ചിന്ത നമുക്ക് രൂപപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സംസ്കരിക്കപ്പെടുകയും അതേപോലെ തന്നെ നമ്മൾ നവീകരിക്കപ്പെടുകയും നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ
എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടണം. അതിനെ നമ്മൾ ഒരു ഏരിയ, മൈക്രോ നിഷ് നമ്മൾ കണ്ടെത്തുക, അതിനെ നമ്മൾ നന്നായിട്ട് പൊസിഷൻ ചെയ്യുക, അതിൽ നമ്മൾ മാസ്റ്റർ ആവുക. അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിലൂടെ ഒരു മനോഹരമായിട്ടുള്ള പരിവർത്തനം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു എൻറ്റയർ നമ്മളുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ അറിയിക്കുക, നമ്മൾ ഇവിടെയുണ്ട്, നമ്മളൊരു സേവനം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ കോഴ്സിൽ ഉണ്ടായിരുന്ന ഫിദ മാം പങ്കുവച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഫിദ മാം നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ ഒരു സെഷൻ എടുത്തു, ട്രെയിനേഴ്സ് ടോക്കിലും ഒരു സെഷൻ എടുത്തു. അപ്പോൾ ഈ സെഷൻ എടുത്ത രണ്ട് പോസ്റ്ററും സ്റ്റാറ്റസ് വെച്ചു. അപ്പൊ സ്റ്റാറ്റസ് വെച്ചപ്പോഴാണ് അവര് പഠിക്കുന്ന കോളേജിലെ പ്രൊഫസർക്ക് മനസ്സിലായത് ഫിദ ക്ലാസ് എടുക്കുന്നു, ഫിദ ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കും എന്ന് അവരുടെ പ്രൊഫസർക്ക് മനസ്സിലായത് എപ്പോഴാണ്? ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷന്റെ പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ചപ്പോ. അപ്പൊ ആ സ്റ്റാറ്റസ് കണ്ടപ്പോ പ്രൊഫസർ വരെ വിളിച്ചിട്ട് അഭിനന്ദിക്കുകയോ അതല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻ എന്ന് പറയുകയോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഫിദക്ക് ഒരു ലക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോളേജില് ഒരു പ്രോഗ്രാം, ഇവിടെ ഫിദ ഉണ്ടോന്ന് എനിക്കറിയില്ല, പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് വരാന്ന് പറഞ്ഞ ആള് മുങ്ങി, അല്ലെങ്കിൽ വരാന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ആ പ്രൊഫസർക്ക് ആദ്യം ഓർമ്മ വന്നത് ഫിദയുടെ പേരാണ്. ഉടനെ തന്നെ ഫിദാനെ വിളിച്ചു, നിങ്ങൾ ആ സെഷൻ എന്ത് ചെയ്യണം, ഒന്ന് കൈകാര്യം ചെയ്യണം, ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ റിസൾട്ട് അല്ലെ, ജസ്റ്റ് നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മൾ ആകെ സ്റ്റാറ്റസ് വെക്കും നമ്മൾ ഐസ്ക്രീം കഴിച്ചതും മൂന്നാർ പോയതും, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കും. സ്വന്തമായിട്ടൊരു സാധനം അല്ലെ, സ്വന്തമായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇതേപോലെ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന, നമ്മുടെ നോളജിനെ ഷെയർ ചെയ്യുന്ന, നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംതിങ് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ എല്ലാ ദിവസവും നിങ്ങളുടെ നിഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം സ്റ്റാറ്റസ് വെക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ നമ്മുടെ ലാസ്റ്റ് ബാച്ചിലെ നമ്മുടെ ഷബീർ സാറ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ ഇതുവരെ സ്റ്റാറ്റസ് വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം നിരന്തരം സ്റ്റാറ്റസ് വെക്കുന്നത് കണ്ടപ്പോ ഒരു കസ്റ്റമർ, അദ്ദേഹം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ കസ്റ്റമർ ചോദിച്ചു, സാറിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പൊ ഞാൻ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷബീർ സാറിന് ഭയങ്കര സന്തോഷം, ഒരു പ്രൗഡായിട്ട് തോന്നിയത്. സാറിന്റെ സ്റ്റാറ്റസിന് ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തന്നെ തോന്നി, ഒരാളെങ്കിലും അത് എന്നോട് പറഞ്ഞല്ലോ, ഞാൻ വെക്കുന്നതിനൊരു റിസൾട്ട് ഉണ്ടല്ലോ എന്ന് ഒരാൾ പറഞ്ഞു. പക്ഷെ പറയാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും അല്ലെ, പറയാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവര് ഇതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എവിടെയെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ ഫില്ല് ചെയ്യാനെങ്കിലും നമ്മൾ ഉണ്ട് എന്ന വിധത്തിലേക്ക് ഒരു സ്റ്റാറ്റസ് കൊണ്ട് പറ്റുമെങ്കിൽ, നമ്മൾ നിരന്തരം സ്റ്റാറ്റസുകൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് മാത്രമല്ല, റീൽസ്, വീഡിയോസ്, നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങേണ്ട ആളല്ല. നമുക്ക് കസ്റ്റമർ വരുന്നില്ലെങ്കിൽ, നമുക്ക് ക്ലയന്റ് വരുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കാണ്. ഇപ്പൊ ഞാൻ സെയിൽസിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരോട് പറയും, ഞാനിവിടെ വെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അപ്പുറത്ത് CBSE സ്കൂൾ വിട്ടിട്ട് കുട്ടികളവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനക്ക് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം
ഉണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മുന്നിലോട് പോകുന്ന ഓരോരുത്തരും നമ്മുടെ കസ്റ്റമറോ ക്ലയന്റോ ആണ്. അവര് നമ്മളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? അവര് നമ്മളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് അവരെ കുറ്റമല്ല. ഞാൻ ഷോപ്പ് ഓപ്പൺ ആക്കി, പക്ഷെ ആരും എന്റെ കടയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിരിക്കണ്ട. നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ചോ നിങ്ങളുടെ ഫീച്ചേഴ്സിനെ കുറിച്ചോ ആളുകൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കടയിലേക്ക് ആളുകൾ വരാത്തത്. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല. അപ്പോ നമ്മളുടെ കയ്യിൽ നല്ല സൊല്യൂഷൻസ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട് അല്ലെ? എല്ലാവരുടെ കയ്യിലും നല്ല കണ്ടന്റ് ഉണ്ട്, നല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, നല്ല നോളജ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ എത്താത്തത് നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി പിടിച്ചു വരും അല്ലെ? ഇപ്പൊ കൗൺസിലിംഗിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാലോ, ഇവിടെ നമുക്ക് ഇടുക്കിയിൽ നിന്ന്, തൃശ്ശൂർ നമ്മുടെ ഇതിലേക്ക് ഇടുക്കിയിൽ നിന്ന് ക്ലയന്റ് വരാറുണ്ട്, പാലക്കാട് നിന്ന് വരാറുണ്ട്, കൊല്ലത്ത് നിന്ന് ക്ലയന്റ് വരാറുണ്ട്. എന്താ വരുന്നേ അല്ലെ? എന്തായിരിക്കും? അവർക്കറിയാം എന്താണ് ഇവിടെ വന്നാൽ ഓക്കെ ആകും. അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അതാണ് നമ്മൾ ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിംബിൾ അക്കാദമിയുടെ തുടക്കം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവണം. കുറെ വാട്സപ്പ് ഗ്രൂപ്പിലില്ല നിങ്ങൾക്ക് സ്വന്തമായി വാട്സപ്പ് ഗ്രൂപ്പുള്ള എത്ര ആളുകളുണ്ട്? കമോൺ, ആരൊക്കെ ഒന്ന് പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞ. സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുള്ള എത്ര ആളുകളുണ്ട്? സ്വന്തമായിട്ട് സ്വന്തം മൈക്രോ നിഷില് വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളുകൾ ഒന്ന് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തേ. അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, മൈക്രോ നിഷിൽ വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളുകൾ, ആ ഗ്രൂപ്പിന്റെ പേരൊന്ന് ഇവിടെ ചാറ്റ് ബോക്സിൽ യൂസ് ചെയ്യാം. നമുക്ക് നല്ല ഫോൺ ഉണ്ട്, നല്ല ഡ്യുവൽ ക്യാമറ ഉണ്ട് അല്ലെ? ഫ്രണ്ട് റിയർ ക്യാമറകളുണ്ട്, അതിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ഇതെല്ലാം നോക്കാൻ നമുക്ക് സമയമുണ്ട്. ഇൻസ്റ്റഗ്രാം നോക്കാൻ നമുക്ക് സമയമുണ്ട്. സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള മൈക്രോ നിഷില് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള എത്ര പേരുണ്ട്? അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാമോ? പേര് 2 പേരാണ് ഉണ്ട് എന്ന് പറഞ്ഞത്, വിജു മാം ആൻഡ് നിസാം മാം. അൽ ഫലാഹ് ഓൺലൈൻ മദ്രസ. ഓക്കെ, ഗ്രേറ്റ്. ഇതില് ഗ്രൂപ്പ് ഇല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. കുറെ ആളുകൾക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പ് ക്രിയേറ്റീവായിട്ട് ഡെയിലി വോയിസ് നോട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്ര പേരുണ്ട്? ഡെയിലി വോയിസ് നോട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്ര വാട്സപ്പ് ഗ്രൂപ്പുള്ള കൂട്ടുകാരുണ്ട്? ഇല്ലെങ്കിൽ നമ്മളുടെ തുടക്കം അങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയത് സ്കിൽ ഡെവലപ്മെന്റ്. ആ ഗ്രൂപ്പിലുള്ള 1-2 പേര് ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും. സ്കിൽ ഡെവലപ്മെന്റ് 3-4 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇന്ന് 20-30 അധികം കോഴ്സുകളുള്ള, 20-ലധികം ഫാക്കൽറ്റി ഉള്ള വിംബിൾ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് എത്തിയത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എന്താ ചെയ്തത്? ഓരോ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ ഒരു വോയിസ് ഇടും. ഞാൻ രാവിലെ എഴുന്നേറ്റ് 6 മണി മുതൽ 7 മണി വരെ വായിക്കും. വായിച്ചതിന് ശേഷം ആ വായിച്ചതിലെ ഒരു സംക്ഷിപ്തം ലൈവായിട്ട് ആ ഗ്രൂപ്പിൽ ഇടും. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടക്കൂല. അങ്ങനെ ആദ്യം കുറച്ച് ഒരു 10-20 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഈ വോയിസുകൾ പല ഗ്രൂപ്പുകളിലേക്കും ആളുകൾ ഷെയർ ചെയ്തു. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ, അതിൽ കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കണം? നമ്മൾ കഷ്ടപ്പെട്ട് പലയിടത്തു നിന്നും വായിച്ച് കണ്ട് നമ്മൾ സ്വരുക്കൂട്ടി അതിലൊരു കണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒരു 5 മിനിറ്റിന്റെ വോയിസ്, ഒരു 4-5 മിനിറ്റിന്റെ വോയിസ്, എല്ലാം ആച്ചിക്കുറുക്കിയ ഒരു വോയിസ്. അപ്പൊ അങ്ങനെ ഒരു വോയിസ് ഇട്ടു. അങ്ങനെ നിരന്തരം ആ വോയിസ് ഡെവലപ്പായി. അങ്ങനെ പിന്നീട് ഞാൻ എന്ത് ചെയ്തു? ആ വോയിസിനൊപ്പം ഒരു ചെറിയ, നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാൻവയിലൊക്കെ ചെയ്യുന്ന അതിന്റെ കൂടെ ഒരു സ്റ്റാറ്റസ് കൂടി, ഓരോ ദിവസവും പറയുന്നതിന്റെ ഒരു സംക്ഷിപ്തം, 5 മിനിറ്റ് 4 മിനിറ്റ് പറയുന്ന ഒരു സംക്ഷിപ്തം എഴുതിയിട്ട് ഒരു പോസ്റ്ററും കൂടി അതിന്റെ കൂടെ, ഒരു QR കോഡ്, നമ്മുടെ ഗ്രൂപ്പിന്റെ QR കോഡൊക്കെ വെച്ചു. അങ്ങനെ
ഓരോ ദിവസവും നമ്മൾ ചെയ്തു. ആ വോയിസുകൾ പലരും ഷെയർ ചെയ്തു, ആ സ്റ്റാറ്റസ് പിന്നെ പലരും വെച്ചു. അങ്ങനെ അത് ഡെവലപ്പായി ഏകദേശം 700-800 ആളുകൾ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. ചില സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട സമയത്ത് മാത്രം ചിലപ്പോൾ തലേ ദിവസം നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കും. ചിലപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, ഇക്കാക്ക് ഇത് എങ്ങനെ നേരം കിട്ടി, ഇത് എപ്പോ ചെയ്തു? ദാറ്റ്സ് അവർ പ്രയോറിറ്റി. അങ്ങനെ 700-800 പേരുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ പിന്നീട് അതിനെ ഒരു വിംബിൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ പരിവർത്തിപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ കടന്നു വന്ന ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രൂപത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ ആ ഒരു വിംബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ആളുകൾ, ഏകദേശം 5000-ത്തിലധികം സ്റ്റുഡൻസ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മതി. നിങ്ങൾ എന്ത് വേണ്ട, 2 ലക്ഷമോ 5 ലക്ഷമോ കൊടുത്തിട്ട് ഒരു ഓഫീസ് എടുക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫർണിച്ചർ കട അങ്ങനെ തന്നെ മേടിച്ച് നിങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്കുണ്ടോ? അതിലൊരു ദിവസവും ഒരു വോയിസ് എങ്കിലും ഇടാൻ നിങ്ങൾ റെഡിയുണ്ടോ? ആ വോയിസ് ഇടുന്നത് മറ്റുള്ളവർ കേൾക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഓരോ ദിവസവും നിങ്ങൾ വോയിസ് ഇടുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പുതിയ വോയിസ് ഇടണം, അല്ലെ? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? വായിക്കും, നിങ്ങൾ മെറ്റീരിയൽസ് നിങ്ങൾ പിന്നെ ഒരു റിസർച്ച് മൈൻഡോടെ നിങ്ങൾ നോക്കും, വീഡിയോസ് കാണും. നിങ്ങളാണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ആവുന്നതിനോടൊപ്പം കണ്ടന്റ് ഡെവലപ്പ് ആകും. അങ്ങനെ ആളുകൾ അതിലേക്ക് എത്തും. അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ വെബിനാറുകൾ കൊടുക്കാം, അതിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ ഔട്ട് ചെയ്യാം. അങ്ങനെ നിരന്തരമായിട്ട് ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ, ഇതിനൊന്നും വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ മീറ്റിൽ വെബിനാർ നടത്താൻ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, യൂട്യൂബിൽ അക്കൗണ്ട് നടക്കാൻ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ചാറ്റ് GPT ഉപയോഗിക്കാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സാധനത്തിനും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ഇതിലൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലെല്ലാം റീച്ച് കിട്ടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആവണം. എന്തുകൊണ്ടാണ് ചില ആളുകളുടെ മാത്രം റീല് വർക്ക് ആവുന്നത്? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു നോക്കിയേ, യൂട്യൂബ് തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. കാരണം എന്താ? യൂട്യൂബിന് ഇഷ്ടം കൂടുതൽ വീഡിയോസ് ആരാണോ ചെയ്യുന്നത് അവരെയാണ് പ്രൊമോട്ട് ചെയ്യുക. യൂട്യൂബ് ചെക്ക് ചെയ്യും, അല്ലെ? ഇവൻ കൺസിസ്റ്റന്റ് ആണ്, ഇവന് വല്ലപ്പോഴും വന്നിട്ട് പോകുന്നവനാണോ, അതല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി അതല്ലെങ്കിൽ വീക്കിലി കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോകുന്നവനാണോ എന്ന് യൂട്യൂബിന് തന്നെ അറിയാം. ഇവനെ കൊണ്ടൊരു കാര്യവും ഇല്ല എന്ന് യൂട്യൂബിന് തന്നെ മനസ്സിലാകുമ്പോൾ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യൂല. അതല്ല, ഡെയിലി നിങ്ങൾ ഇട്ട് നോക്കിക്കോ, യൂട്യൂബ് തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണിക്കേണ്ടവരെ കാണിക്കും. അപ്പൊ കൺസിസ്റ്റന്റ് ആവാതെ നമുക്ക് എന്തില്ല, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടും വെബിനാറുകൾ സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, സ്റ്റാർട്ട് വിത്ത് എ വാട്സപ്പ് ഗ്രൂപ്പ്. അതാണ് നിങ്ങളുടെ തുടക്കം. അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വോയിസ് നോട്ടുകൾ, വെബിനാറുകൾ ഇങ്ങനെ നിരന്തരം വർക്ക് ചെയ്ത് വിംബിൾ അക്കാദമിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡെയിലി ഫ്രീ വെബിനാറാ. ഇന്നലെ ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നുണ്ടായിരുന്നു, അതിന്റെ തലേ ദിവസം ഉണ്ടായിരുന്നു, ഞായറാഴ്ചയുണ്ട്, ഇങ്ങനെ തുടങ്ങി തിങ്കളാഴ്ചയുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിതിങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ സ്കില്ലിനെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, ഒരു നോളജിനെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു മനോഹരമായിരിക്കും. അപ്പോ തുടക്കക്കാരായിട്ട് ഉള്ള ആളുകൾ, നമുക്കൊരു ട്രെയിനർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഒരു ട്രെയിനിങ് ഒക്കെ എടുത്ത് തുടങ്ങി പക്ഷെ കുറച്ചും കൂടി നമുക്കൊന്ന് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു കോഴ്സാണ് പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ്. 2 മാസത്തെ കോഴ്സാണ്. അപ്പൊ അതിൽ നമ്മൾ കേവലം 2 മാസം എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഒന്നാമത്തെ ബാച്ചിലുള്ള ആളുകളും സ്റ്റിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ബാച്ചിലുള്ള ആളുകളും ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവരും നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബിലെ അംഗമാണ്.
അവരും നമ്മുടെ പല പരിപാടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്കും നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ പിന്നെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ ആയിട്ട് ഒരു സെഷനും ഇല്ല. അപ്പൊ ഓൺലൈനിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഗൈഡൻസുകൾ നൽകിക്കൊണ്ട് അവരെ പ്രാപ്തമാക്കി എടുക്കുക, കോൺഫിഡന്റ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മോർണിംഗ് സർക്കിള്, അതേപോലെ തന്നെ ഈവനിങ് സെഷനുകൾ, ഇതെല്ലാം അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അവരെ പരിവർത്തിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതാണ് നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളത് ഒരു പാഴ് സ്വപ്നമല്ല, മറിച്ച് അത് നമുക്ക് നടപ്പിലാക്കാനുള്ളതാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വേറിട്ട ഒരു ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു ഏറ്റവും നല്ല മനുഷ്യനായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 1000 ആളുകളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നല്ലൊരു മനുഷ്യനാകണം, നല്ല സ്വഭാവത്തിനുടമയാകണം, നല്ല വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകണം, നല്ല ഫീഡ്ബാക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആളുകൾ നമ്മളിലേക്ക് നിരന്തരമായിട്ട് കണക്ട് ചെയ്യപ്പെടുക. അതല്ലെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. സോ നമ്മളുടെ വാക്കുകളും പ്രവർത്തികളും ഇടപെടലുകളും നോട്ടങ്ങളും തുടങ്ങി എല്ലാം മനോഹരമാകുമ്പോൾ നമ്മളിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുക. എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളോ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഹലോ സാർ, യെസ്, കോഴ്സ് 2 മാസത്തെ കോഴ്സാന്ന് പറഞ്ഞു, ബാക്കി ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ താങ്ക് യു. ഫീസ് കാര്യങ്ങള്, ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഓക്കെ ഗുഡ്. അപ്പൊ 2 മാസത്തെ കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് നമ്മൾ തുടങ്ങുന്നത്. ആഴ്ചയിൽ 3 ക്ലാസ് ആണ് നമുക്ക് ഉണ്ടാവുക. തിങ്കൾ, ബുധൻ, വെള്ളി. രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് അതിന്റെ സമയം. അതേപോലെ തന്നെ നമ്മൾ അതിൽ കവറപ്പ് ചെയ്യുന്ന മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് ഒരു ട്രെയിനറുടെ ഡിസ്കവറി ഓഫ് യുവർ സെൽഫ്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ ഒരു ട്രെയിനിങ് എങ്ങനെ തുടങ്ങണം, ഒരു ട്രെയിനിങ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അതിന്റെ കണ്ടന്റുകൾ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഗെയിംസ് എനർജൈസസ് ആക്ടിവിറ്റീസ് എങ്ങനെ കൊടുക്കണം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ഓഡിയൻസിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതേപോലെ തന്നെ അതിനെ ഡീൽ ചെയ്യുന്ന വിധങ്ങൾ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും, അതേപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജീസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ട്രെയിനർക്ക് നേടിയെടുക്കേണ്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുക. സൂം ആയിരിക്കും, ലൈവ് സെഷൻ ആയിരിക്കും, റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും, പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കണം. നിങ്ങളെ നിഷ് നമ്മൾ ആദ്യമേ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിലായിരിക്കും നിങ്ങൾ ഓരോ വോയിസുകൾ നിങ്ങൾ ദിനേന ഇടണം. അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളുടെ മെന്റർമാരുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ദിനേന എന്നോണം കിട്ടും. അതേപോലെ തന്നെ പ്രാക്ടിക്കൽസ് നമ്മൾ നടത്തുമ്പോൾ 10 മിനിറ്റ് പ്രാക്ടിക്കൽസ്, 5 മിനിറ്റ് പ്രാക്ടിക്കൽസ് ഒക്കെ സൂമിൽ നിങ്ങൾ സെഷൻസ് എടുക്കണം. പിന്നെ അരമണിക്കൂർ പ്രാക്ടിക്കൽ ഉണ്ടാകും. പിന്നെ 1 അവർ സെഷൻ നിങ്ങൾ എടുക്കണം. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നിങ്ങൾ ഓരോന്ന് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഒരു ഓവറോൾ എൻറ്റയർ കോഴ്സ് നമ്മൾ ഉണ്ടാവുക. ഹായ് സാർ, ഞാൻ ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്തു എന്ന് തോന്നുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ ഇത് ട്രെയിനിങ്ങിനെ കുറിച്ചാണോ സാറ് പറഞ്ഞ കോഴ്സ്, 3 month കോഴ്സ് എന്ന് പറഞ്ഞത്? അതെ. ഓക്കെ. മൺഡേ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ. ഫീസ് എങ്ങനെയാണ് അതിന്റെ? അതിന് നമുക്ക് വിംബിൾ അലുമിനി 3000 ആണ്. ന്യൂ അഡ്മിഷൻ 3500.
8 to 9 8 to 9, yes. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നമുക്ക് 27, 28, 29 വേറൊരു EFTയുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുമെങ്കിൽ ഇതുമായിട്ടൂടെ ക്ലാഷ് ആവുമോ ടൈം? 27, 28, 28 EFTയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ സാറിന് ഒരു വോയിസ് മെയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ. ക്ലാസ് EFT നമുക്ക് 8:30 വരെ ആയിരിക്കും. നമ്മുടെ ക്ലാസ് 8 മണിക്ക് ആരംഭിക്കും. ഒരു ദിവസത്തെ ഒരു അരമണിക്കൂർ സെഷൻ നമുക്ക് ചിലപ്പോൾ മിസ്സാകുമായിരിക്കും. ഓക്കെ. റെക്കോർഡ് ഇത് കിട്ടും സാർ. റെക്കോർഡ് കിട്ടും. റെക്കോർഡ് കണ്ടിട്ട് അതില് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ മതി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യാലോ. ഓക്കെ. ഇതിന് സർട്ടിഫിക്കറ്റും ഉണ്ടാവുമോ? അതെ. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ലാമിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു തരും. ഓക്കെ. ഇൻ കേസ് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് യൂസ് ചെയ്താൽ മതിയോ? യെസ്, മതിയാകും. ഓക്കെ. ഇത് ഗ്രൂപ്പിൽ ഞാൻ കണ്ടില്ല ഈ ട്രെയിനിങ്ങിനെ കുറിച്ച്. അതോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ടായിരുന്നു, എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ്. ഓക്കെ. നമ്മുടെ പഴയ നമുക്ക് സ്റ്റുഡൻസ് EMRD പറഞ്ഞോളൂ. എന്തായിരുന്നു ഞാൻ ചോദിക്കുന്നത്, EMRDയുടെ ഒരു തെറാപ്പി കോഴ്സ് എങ്ങാനും റീസെന്റ് ആയിട്ട് വരുന്നുണ്ടോ? 3 monthോ? അല്ല, EMDRന്റെ കോഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചേ. തെറാപ്പി കോഴ്സ്. ഇല്ല. ഓക്കെ. നമ്മുടെ പഴയ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ നേരത്തെ ഉള്ള ബാച്ചുകളിലെ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. സാർ പറയട്ടെ. യെസ്. ഞാൻ ജിഷ, എറണാകുളത്താണ്. ഞാൻ ഒരു 2 months ആയിട്ട് നമ്മുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് നല്ല ഐഡിയകളും നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളും സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ആയിട്ട് നമുക്ക് നല്ല പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാറിന് നമ്മൾ എന്തെങ്കിലും കോഴ്സിനൊക്കെ ചിലപ്പം ജോയിൻ ചെയ്തിടും, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോരും, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാതെ പോകും. അങ്ങനത്തെ കുറെ എല്ലാവരും തന്നെ ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഇത് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഭയങ്കര മോട്ടിവേഷൻ. ഇപ്പം സാറും ജാസ്മിൻ മാമും ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. നമ്മളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നമ്മളെ ആ ഒരു നിശ ഏരിയ, നമ്മളുടെ ആ ഒരു ഏരിയ കണ്ടെത്തി അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വോയിസ് ടാസ്കും അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു നമ്മളുടെ ആ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്തി അന്ന് നല്ല വശങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ നല്ലൊരു രീതിയിലോട്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ ഒരു വോയിസ് ഇടാൻ പോലും മടിയുള്ളവർ ഇപ്പം നല്ല സ്റ്റൈലായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. പേടിയാന്നൊക്കെ പറഞ്ഞിരുന്നവര് ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു ലെവലിലോട്ട് നമുക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഇരുന്നിടത്തു നിന്നും നല്ലൊരു രീതിയിലേക്ക് വളർന്നു വരുവാനായിട്ട് നല്ല കോൺഫിഡൻസും ഇപ്പം ഒരു ചെറിയൊരു വോയിസ് ഇടാൻ പേടിയുള്ള ഒരു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന രീതിയിലോട്ട് മാറ്റാനായിട്ട് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് സാധിച്ചു. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. അപ്പം എന്തായാലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനൊക്കെ നമുക്ക് സാധിക്കും എന്ന് ഉറപ്പ് തരുന്നു. ജോയിൻ ചെയ്യുക എല്ലാവരും. ഓക്കെ. താങ്ക് യു ജിഷ മാം. സാർ, ഞാൻ അനീസ. അനിസ മാം. എനിക്കിപ്പോ നേരത്തെ മാം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാന്. പിന്നെ പറയുന്ന വെച്ചാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വിമ്പിൾ നിറവേറ്റി തരും. അതിന് നമ്മൾ പ്രവർത്തിക്കാൻ കൂടി സജ്ജരായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹം മാറാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിന് പോലും അവരെ മാറ്റാൻ കഴിയില്ല എന്നല്ലേ. അതുപോലെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പിന്നാലെ നടന്ന് നമ്മളെ മാറ്റും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത, എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത, വേറെയുള്ള ഏത് സ്ഥാപനത്തിലോ കോഴ്സിലോ നമ്മൾ ചേർന്നാലും അവിടെ ആ കോഴ്സിന്റെ കാലാവധി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും വാങ്ങി പോന്നാൽ പിന്നെ അവരുമായിട്ട് വലിയ ടച്ച് ഒന്നുമില്ല. ഇങ്ങനെയുള്ള അക്കാഡമിക് കാര്യങ്ങളിൽ ടച്ച് വരുന്നില്ല. പിന്നെ നമ്മൾ വല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ഹായ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഒന്നാമത്തെ ഗ്രൂപ്പിനെയും ഇപ്പൊ ലാസ്റ്റത്തെ ഗ്രൂപ്പിനെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു അക്കാഡമി അത് വിമ്പിൾ മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു സന്തോഷം ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഹലോ. എനിക്കിവിടെ ഞാൻ ചില കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, ചിലത് ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിലുപരിയായിട്ട് ഫീസൊക്കെ നമുക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്കും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് കുറെ തെറാപ്പികളൊക്കെ നോക്കിയപ്പോൾ തന്നെയും ആക്ച്വലി തെറാപ്പികൾക്കൊക്കെ കോഴ്സിനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് ഫീസ് ഒക്കെ. പക്ഷെ വിമ്പിൾ മാത്രമേ ഉള്ളൂ വളരെ ചുരുങ്ങിയ റേറ്റിലൊക്കെ ചെയ്തു തരുന്നത്. അത് ഐ എം റിയലി അപ്രീഷിയേറ്റഡ് ദാറ്റ്. താങ്ക് യു സർ. തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു മോട്ടോ തന്നെയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ തെറാപ്പി പഠിക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ ഫീസ് തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ, ഇപ്പൊ നിസാവ് സാറൊക്കെ അറിയാലോ. പക്ഷേ അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തെറാപ്പി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തുടങ്ങിക്കൂടാ. എല്ലാവരും കാശുള്ളവനും മാത്രം തെറാപ്പി പഠിച്ചാൽ പോരല്ലോ. അപ്പോൾ കാശില്ലാത്തവനും പഠിക്കണം. അപ്പൊ അങ്ങനെ ഒരു മോട്ടോ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അത് ഉപകരിച്ചു എന്നറിയുന്നതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. സാധാരണ നമ്മളൊക്കെ കൗൺസിലിംഗ് നമുക്ക് വലിയ തെറാപ്പി, നമ്മള് ഒരു സോഷ്യൽ വർക്ക്, ഒരു നമ്മള് ഡീപ്പായിട്ട് പോയിട്ടില്ല. നേരത്തെയൊക്കെ ഈ കോഴ്സ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരൊക്കെ ഇപ്പോഴാണ് കൂടുതൽ ഈ തെറാപ്പികളുടെ ഒക്കെ വാല്യൂ എന്താണെന്നും അത് എത്ര എഫക്റ്റീവ് ആണെന്നും ഒക്കെ. അപ്പൊ നമുക്ക് പഠിക്കാൻ, നമുക്ക് സർവൈവും ചെയ്യണം, പിന്നെ പോയി കോളേജിൽ പോയി പഠിക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ഈസ് അമേസിങ്. പിന്നെ ഈ ക്ലാസ്സുകൾക്ക് വളരെ, ഇപ്പൊ സാറിന്റെ ക്ലാസ് എടുത്ത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. വളരെ സിംപിൾസിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും ഈ മെസ്സേജുകളും ഇൻഫോർമേഷനും കോഴ്സുകളും അതിലുപരി ഞാൻ ഓപ്പൺ ആയിട്ട് ഈ മണി മോട്ടീവ് അല്ലാതെ കൂടുതൽ ആൾക്കാർക്ക് അവയർനെസ്സും അവർക്ക് കുറെ മോട്ടിവേഷനും അവരുടെ ഗ്രോത്തുമാണ് ഇതിന്റെ പിൻപിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം തന്നെ മാം പറഞ്ഞല്ലോ, പഴയ കുട്ടികളെയും പഴയ ക്ലാസ്മേറ്റിനെയും എല്ലാവരുടെയും ഒത്തിണക്കിക്കൊണ്ട് പോകുന്നു, അവർക്കൊരു ചാൻസ് കൊടുക്കുന്നു. അതൊന്നും സാധാരണ ആൾക്കാരൊന്നും ചെയ്യാറില്ല. അതൊക്കെ മറ്റതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വളരെ സന്തോഷം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ ജസ്മേ? യെസ്. എന്തായാലും ഒരുപാട് പേര് ഫീഡ്ബാക്കുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും അച്ചീവ്മെന്റുകൾ കാണുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ, അതായത് നമ്മുടെ കുഞ്ഞുമക്കൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അതുപോലെ അവർ സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് ടൈം കയറി അവരുടെ ആ ഒരു സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യുന്ന ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ സ്റ്റുഡൻസ് ഫസ്റ്റ് ഒരു 10 മിനിറ്റ് എടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവർ ആ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ 1 അവർ അവർ എടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ആനന്ദം എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു കുഞ്ഞ് സ്റ്റേജിൽ കയറുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അത് ആദ്യം മുതൽ വന്ന കുട്ടികൾ മുതൽ ഇപ്പൊ ലാസ്റ്റ് വന്നവർ വരെ. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ, ഈ ഒരു ട്രെയിനർ മേഖലയിലൊക്കെ നമ്മൾ വരുമ്പോൾ
6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളെക്കാളും മുതിർന്നവരുണ്ട്, നമ്മളെക്കാളും താഴ്ന്നവരുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അവരുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പലതും പഠിക്കാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പേര് അവരുടെ അച്ചീവ്മെന്റുകൾ പറയുന്നു. ഫസ്റ്റ് ടൈം നമ്മളിപ്പോ ക്ലബിലൊക്കെ ഫസ്റ്റ് ടൈം ഒക്കെ അവരെ ലീഡർ ആക്കുന്ന സമയത്ത് അവർ വന്ന് സന്തോഷം അറിയിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ലീഡർ ആവുന്നത്. അതായത് പല സ്ഥലങ്ങളിലും നമുക്ക് റിജക്ഷൻ കിട്ടി നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ലീഡർ ആവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, അതൊക്കെ ഇവിടെ പലരും അനുഭവിക്കുന്നുണ്ട്. അവരുടെ ആ സന്തോഷങ്ങൾ നമ്മളായിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും അവരവരുടെ ഉള്ളിലെ ആ ഒരുപാട് പേര് കഴിവുകളും കൊണ്ടായിരിക്കും വരുന്നത്. പക്ഷെ പേടിയാണ് എല്ലാവർക്കും. അയ്യോ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും, അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അവര് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവര് തന്നെ പറയാം, എന്നെ കൊണ്ട് കഴിയും, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അതായത് ഉള്ളിലുള്ള ആ ഒരു യുണീക്നെസ് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അവർ പറക്കുകയാണ്. അവർക്ക് സ്വയം മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ അവരുടെ ഉള്ളിലെ സ്പാർക്ക് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ അതങ്ങ് ആളി കത്തിക്കോളും. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഒരുപാട് പേര് അവരുടെ സ്വന്തമായിട്ട് കോഴ്സുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ തന്നെ, അതുപോലെ പുറത്തും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൽ വന്നിട്ട് അവരുടെ കഴിവുകൾ മാറ്റുരച്ചുകൊണ്ട് അവരുടെ നിശ്ചയ ഏരിയയിൽ അവർക്ക് എക്സ്പേർട്ട് ആവാനും ആ കോഴ്സിലൂടെ അവർക്ക് ഒരു ചെറിയ ഇൻകം എങ്കിലും ഏൺ ചെയ്യാനും നമ്മുടെ വിംബിൾ അക്കാഡമി വഴികാട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുവരെ ക്ലാസ് എടുത്ത നമ്മുടെ ഫൈസൽ സാറിനും അതുപോലെ ഇതുവരെ ഇത് കേട്ടിരുന്നവർക്കും നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും സംശയങ്ങൾ ചോദിച്ചവർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. മാം ഒരു ഡൗട്ട്. ചോദിച്ചോളൂ. ഈ റെക്കോർഡ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ നമുക്ക് ക്ലാസ്സിന്റെ? അത് യെസ്. ഓൾറെഡി ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് മാത്രമാണോ അതോ സ്റ്റഡി മെറ്റീരിയൽ ഫുൾ റെക്കോർഡിംഗ് മുമ്പ് തരുമോ, എങ്ങനെയാണ്? റെക്കോർഡിംഗ് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിന്റെ അതാത് റെക്കോർഡിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓരോ ദിവസവും ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ തിങ്കളാഴ്ച 8 മണി മുതൽ 9 മണി വരെ അന്നത്തെ റെക്കോർഡാണ് അന്നത്തെ ദിവസം നമ്മൾ അതിന്റെ വീഡിയോ റെക്കോർഡിംഗ്, അതായത് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കാണാൻ, അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ വീണ്ടും കാണാൻ ആവശ്യമുണ്ടെങ്കിൽ ആ റെക്കോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ലൈവ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. ലൈവ് ക്ലാസ് ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഞാനെടുത്ത തന്നെ വേറെ വീഡിയോസ് അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരും. അത് സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഗുഡ് നൈറ്റ്. Thank you, sir. Bye.